Good evening, everyone. Good evening, ma'am. Good evening, ma'am. Good evening. Good evening. And how are you all? Fine, ma'am. How are you, ma'am? Going well. Good, good. Yeah, how's the weather? നിങ്ങളുടെ അവിടെയൊക്കെ മഴയൊക്കെ എങ്ങനെയുണ്ട്? Good or bad? മഴയൊക്കെ എങ്ങനെയുണ്ട്? ഇന്ന് കുറവുണ്ട്, മാം. ഇന്ന് കുറവുണ്ടോ? ഓക്കെ. മാമിന്റെ അവിടെ ഇവിടെ ഉച്ചവരെ നല്ല മഴയായിരുന്നു. ഉച്ചവരെയൊക്കെ നല്ല നല്ല കാറ്റോടുകൂടിയുള്ള മഴയായിരുന്നു. ശ്രീലക്ഷ്മി ഒന്ന് മ്യൂട്ട് ആക്കുമോ? ഇവിടെ വെയിലായിരുന്നു, മലപ്പുറം. ആണോ? ഓക്കെ. കൊല്ലം ഡിസ്ട്രിക്റ്റിൽ ഇന്ന് വെയിലായിരുന്നു. വെയിലായിരുന്നല്ലേ? ഓക്കെ, നമുക്ക് പ്രയർ ഇന്ന് ആരാ പ്രിപ്പയർ ചെയ്തേക്കുന്നത്? പ്രയർ ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? എന്ത് പറ്റി? ആരും പ്രിപ്പയർ ചെയ്തില്ലേ? സജന. All things bright and beautiful, all creature great and small, all things wise and wonderful. The good Lord made them all. The Lord God made them all. Each little flower that opens, each little bird that sings. He made their gross colors. He made the little wings. All things bright and beautiful. Thank you. താങ്ക് യു. വെരി ഗുഡ്. ഇത് സ്കൂളിൽ പാടുന്ന പ്രയർ ആണോ? സ്കൂളിലല്ല, ഞാൻ ചുമ്മാ ഇങ്ങനെ മൊബൈലിൽ നോക്കി കണ്ടപ്പോ എനിക്ക് ഇഷ്ടം തോന്നി, അപ്പൊ ഞാൻ സെലക്ട് ഞങ്ങളുടെ ചെയ്തെടുത്തു. സ്കൂളിൽ ഇതാണ് എല്ലാ ദിവസവും, ഇതും ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്ങും. ഓക്കെ ഓക്കെ, താങ്ക് യു സജന. നമ്മ കഴിഞ്ഞ ക്ലാസ്സിൽ വേർബ് സിസ്റ്റം അല്ലേ പഠിച്ചത്? അപ്പോ വേർബ്സ് പറഞ്ഞ് ഇനി നമുക്ക് അടുത്ത സെക്ഷൻ അല്ല, ഞാൻ ഇത്തിരി പ്രോണൗൺസും നൗൺസും കഴിഞ്ഞിട്ടുള്ള അഡ്ജക്റ്റീവ് ആണ് ഇന്ന് പറയാൻ ഓർക്കുന്നത്. അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? നൗൺസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബിഗ് ബോയ്. അപ്പൊ ആ ബോയിനെ നമ്മളൊന്നും കൂടി എങ്ങനെയുള്ള ബോയ് ആണ്, വലുതാണെന്ന് കാണിക്കാൻ ബിഗ്, അല്ലെങ്കിൽ സ്മോൾ ബോയ്, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ചും കൂടെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന നൗണിനെ കുറച്ചും കൂടി ഡിസ്ക്രൈബ് ചെയ്ത് പറയാൻ വേണ്ടി യൂസ് ചെയ്യണം ഇതിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് അഡ്ജക്റ്റീവ്സ് ആണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, യൂണിറ്റ് 6 അഡ്ജക്റ്റീവ്സ്, അഡ്ജക്റ്റീവ് ഫ്രേസസ് ആൻഡ് അഡ്ജക്റ്റീവ് ക്ലോസസ്. ഇതാണ് നമ്മൾ ഇന്ന് ഞാൻ എടുക്കുന്നത്. അപ്പൊ നൗൺസും പ്രോണൗൺസും കഴിഞ്ഞിട്ടുള്ള അതാണ് അഡ്ജക്റ്റീവ് കേട്ടോ. ഏത് പാർട്സ് ഓഫ് സ്പീച്ചിൽ നമുക്ക് ഇത് യൂണിറ്റ് 6 ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. ഓക്കെ, നമുക്ക് ഇന്ന് അഡ്ജക്റ്റീവ് ആണ് നമ്മളിപ്പോ നോക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രൈബിംഗ് വേർഡ് ആണ് ഈ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന നൗണിനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം. അങ്ങനെ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആണ് ഈ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ അഡ്ജക്റ്റീവ്സ് ആർ ഡിസ്ക്രൈബിംഗ് വേർഡ്സ്. അഡ്ജക്റ്റീവ്സ് ആർ ഡിസ്ക്രൈബിംഗ് വേർഡ്സ്. വേണമെങ്കിൽ അതിന്റെ ഡെഫിനേഷൻ ഒന്നുമില്ല, വേണമെങ്കിൽ എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുത്തോട്ടാ. അഡ്ജക്റ്റീവ്സ് ആർ ഡിസ്ക്രൈബിംഗ് വേർഡ്സ്. എന്തെങ്കിലും വേർഡ്സ് ഡിസ്ക്രൈബ് ചെയ്യണം. മെയിൻലി നൗൺസിനെ ഡിസ്ക്രൈബ് ചെയ്യണം. ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആണ് അഡ്ജക്റ്റീവ്സ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ നോട്ടിൽ എന്താ കൊടുത്തേക്കണേ നോക്കാം. പ്ലേസ് 2 toys on the table. Let one of them be red and large and the other yellow and small. Now, ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ടേബിളില് 2 toys വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ? അതിൽ ഒരെണ്ണം റെഡും ലാർജും, ഒരെണ്ണം
ഒരെണ്ണം റെഡും ഒരു ബോൾ എന്ന് പറയുന്നത് റെഡ് ആൻഡ് ലാർജ് ആൻഡ് ദ അതർ വേറെ ഒരെണ്ണം യെല്ലോ ആൻഡ് സ്മോൾ. ഒരെണ്ണം റെഡ് ഒരെണ്ണം ലാർജ്. ആ റെഡ് തന്നെ ലാർജ് ആണ്, വലുതാണിത്. പിന്നെ വേറെ ഒരെണ്ണം ഉള്ളത് യെല്ലോ ആണ്, സ്മോൾ ആണ്. നൗ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇനി ഇതിന്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ എന്തൊക്കെയാണ്? രണ്ട് ബോൾ ടേബിൾ നിങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യുക. രണ്ട് ബോൾ ഒരു ടേബിളിന്റെ പൊക്കത്ത് രണ്ട് ബോൾ വെച്ചിരിക്കുന്നത്. ഒരെണ്ണം വലുതാണ് ആൻഡ് ഇറ്റ് ഇസ് റെഡ് ഇൻ കളർ. ഒരെണ്ണം ചെറുതാണ്, ഇറ്റ് ഇസ് സ്മോൾ ആൻഡ് ഇറ്റ് ഇസ് യെല്ലോ ഇൻ കളർ. ഒരെണ്ണത്തിന്റെ യെല്ലോ, മറ്റേത് റെഡ്. റെഡ് ആണ് വലുത്, യെല്ലോ ആണ് ചെറുത്. അപ്പൊ ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ അതിന്റെ അകത്ത് ചോദിച്ചേക്കാൻ നോക്കി, വിച്ച് ടോയ് ഇസ് ലാർജ്? വലുത് ഏതാ? ലാർജ് മീൻസ് വലുത്. അപ്പൊ വലുത് ഏതാണ് ഇതിന്റെ അകത്ത്? ദ റെഡ്. ഏത് ടോയ് ആയിരിക്കും ലാർജ്? റെഡ് ഓർ യെല്ലോ? റെഡ്. റെഡ് ടോയ് ഇസ് ലാർജ് അല്ലെ? അപ്പൊ ഇവിടെ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഏതാണത്? ലാർജും പിന്നെ വേറെ ഏതാണ് ഇവിടെ? വിച്ച് ടോയ് ഇസ് ലാർജ്. അപ്പൊ ഇതിന്റെ അത് ലാർജ് ഒരു ഡിസ്ക്രൈബിംഗ് വേർഡ് ആണ്. അതേപോലെ തന്നെ ആ ടോയിനെ വേറെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് റെഡ്. അതിന്റെ കളർ ഒന്നും കൂടി പറയാം. അപ്പൊ നമുക്ക് റെഡ് ടോയ് ഇസ് ലാർജ്. ആ ആൻസർ ഉണ്ട്, ദ റെഡ് ടോയ് ഇസ് ലാർജ്. അതിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലായി? ആ ടോയ് റെഡ് കളറാണ്, പിന്നെ അതേപോലെ വലുതുമാണ്, ലാർജ് ആണെന്ന്. അപ്പൊ അതാണ്. അപ്പൊ ഈ റെഡും ലാർജും ഒക്കെ അഡ്ജക്റ്റീവ്സ് ആണ്, ഈ ടോയിനെ ഡിസ്ക്രൈബ് ചെയ്യണ അഡ്ജക്റ്റീവ്സ് ആണ് ട്ടോ. ദെൻ വിച്ച് ടോയ് ഇസ് സ്മോൾ. ഇനി അതേപോലെ തന്നെ ചോദിക്കുന്നത്, അത് ഏതാണ് ചെറുത്? ദ യെല്ലോ ടോയ് ഇസ് സ്മോൾ. അപ്പൊ ചെറുത് ഏതാണ്? യെല്ലോ കളറുള്ള ടോയ് ആണ്. വേണ്ട. അപ്പൊ ഇങ്ങനെയാണ് ഓരോന്നിനെ ഡിസ്ക്രൈബ് ചെയ്യണത്. ഒരു സാധനത്തെ, ഒരു നൗണിനെ ഇനി അതിന്റെ കളർ എന്താണ്, അതിന്റെ സൈസ് എന്താണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസ്ക്രൈബ് ചെയ്യണം, കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. ഈ ഇങ്ങനത്തെ വേർഡ്സിനെയൊക്കെ നമ്മൾ അഡ്ജക്റ്റീവ്സ് എന്ന് പറയും. അഡ്ജക്റ്റീവ്സ്. ദെൻ സപ്പോസ് രാധ ഇസ് എ ടോൾ ഗേൾ. ഞാൻ അതേപോലെ വേറൊരു എക്സാമ്പിളും കൂടെ കൊടുത്തിരിക്കുന്നത്. രാധ എന്ന് പറയുന്നത് ടോൾ ആയിട്ടുള്ള പൊക്കമുള്ള ഒരു ഗേള്. ദെൻ റിയ ഇസ് എ ഷോർട്ട് ഗേൾ, ചെറുതാണ്. ആൻഡ് വി വോണ്ട് ടു ഐഡന്റിഫൈ ദം. ഇനി നമുക്ക് റിയ ഏതാ രാധ ഏതാന്ന് അറിയില്ല. അപ്പൊ പൊക്കം ഉള്ളതും പൊക്കം കുറഞ്ഞതും ആയിട്ടുള്ള രണ്ട് പെൺകുട്ടികളെ നമുക്ക് അറിയുള്ളൂ. അപ്പൊ ഇതിന്റെ അകത്ത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങനെ ചോദിക്കും? വിച്ച് ഓഫ് ദീസ് ഗേൾസ് ഇസ് ടോൾ. ഇതിന്റെ അകത്ത് വലുത് ഏതാണ്? ഏതാണ് വലുത്? രാധ. രാധ ഇസ് എ ടോൾ ഗേൾ. അപ്പൊ ഈ രാധേനെ ഡിസ്ക്രൈബ് ചെയ്യണ വേർഡ് ഏതാ ഇവിടെ? ടോൾ. ടോൾ ഗേൾ. അപ്പൊ രാധ എന്ന് പറഞ്ഞ പെൺകുട്ടീനെ ഡിസ്ക്രൈബ് ചെയ്യണ വേർഡ് ടോൾ ആണ്. അപ്പൊ ഇവിടുത്തെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടോൾ. ടോൾ ഗേൾ. ഇനി വിച്ച് ഗേൾ ഇസ് രാധ. രാധ എന്ന് പറയുന്നത് ആരാണ് എന്ന് ചോദിക്കണേണ്. അപ്പൊ ദ ടോൾ ഗേൾ ഇസ് രാധ. അപ്പൊ പിന്നെയും ഡിസ്ക്രൈബ് ചെയ്യണം, തിരിച്ചും അങ്ങോട്ട് വന്നു മാത്രം. വിച്ച് ഓഫ് ദീസ് ഗേൾസ് ഇസ് ഷോർട്ട്. ഇനി ചെറിയ പൊക്കം കുറഞ്ഞ അതാരാണ്? ഇതില് പൊക്കം കുറഞ്ഞ കുട്ടി ഏതാണ്? അപ്പൊ റിയ ഇസ് ദ ഷോർട്ട് ഗേൾ ആണ്. അവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പൊ റിയ ഇസ് ദ ഷോർട്ട് ഗേൾ. അപ്പൊ ഷോർട്ട് എന്ന് പറയുന്നത് ഇവിടെ അഡ്ജക്റ്റീവ്. റിയേനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന അഡ്ജക്റ്റീവ്. വിച്ച് ഗേൾ ഇസ് റിയ. റിയ ഏതാണ് ഇതില്? റിയ ഏതാണ്? ഷോർട്ട് ഗേൾ ഇസ് റിയ. അതിനകത്ത് പൊക്കം കുറഞ്ഞ കുട്ടിയാണ് റിയ. അപ്പൊ ഇങ്ങനെ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ അപ്പൊ ഇതിന്റെ അകത്ത് തന്നെ നമ്മളിപ്പോ കുറെ അഡ്ജക്റ്റീവ്സ് കണ്ട്. റെഡ് ആൻഡ് ലാർജ്, യെല്ലോ ആൻഡ് സ്മോൾ, ടോൾ, പിന്നെ ഷോർട്ട്. അപ്പൊ ഇതെല്ലാം അഡ്ജക്റ്റീവ്സ് ആണ്, ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന അഡ്ജക്റ്റീവ്സ് ആണ്. ഓക്കെ. ദ വേർഡ്സ് യെല്ലോ, റെഡ്, സ്മോൾ, ലാർജ് ആൻഡ് ഷോർട്ട് എക്സെട്ര ഹെൽപ്പ് us to identify things or persons. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന വേർഡ്സ് അല്ലേ ഇതെല്ലാം. ദേ ആഡ് ടു ദ മീനിങ് ഓഫ് നൗൺസ്. ഈ നൗൺസിന് കുറച്ചും കൂടെ അവരുടെ മീനിങ്ങിലേക്ക് ആഡ് ചെയ്യണേണ്. ദേ മേ ബി ഡിസ്ക്രൈബ് ടു ക്വാളിഫൈ ദ നൗൺസ്. ഇനി ഇതുപോലെ തന്നെ അതിന്റെ ക്വാളിറ്റീനെ ഡിസ്ക്രൈബ് ചെയ്യാനും നമുക്ക് ഇത് യൂസ് ചെയ്യാം. സച്ച് വേർഡ്സ് ആർ അഡ്ജക്റ്റീവ്. അപ്പം അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണ അങ്ങനത്തെ വേർഡ്സിനെയാണ് ഈ അഡ്ജക്റ്റീവ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പൊ ഡിസ്ക്രൈബിംഗ് വേർഡ്സ്, ഒരു നൗണിനെ നമ്മൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും അതിന്റെ ക്വാളിറ്റി ഡിസ്ക്രൈബ് ചെയ്യണം ഒരു നൗണിന്റെ. അപ്പൊ ഇതിനെ നമുക്ക് അഡ്ജക്റ്റീവ്സ് എന്ന് പറയാം. അപ്പൊ നൗണിനെ പ്രൊനൗണിനെ ഒക്കെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഇതിനെയാണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ ഡിസ്ക്രൈബിംഗ് വേർഡ്. ഓക്കെ. ക്ലിയർ അല്ലേ അഡ്ജക്റ്റീവ്? എല്ലാവർക്കും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? യെസ് മാം. ഡൗട്ട് ഉണ്ടെന്നാണോ പറഞ്ഞത്? അല്ല മാം, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതാണ് അഡ്ജക്റ്റീവ്. ഇനി നമുക്ക് കുറച്ച് സെന്റൻസസ് എക്സാമ്പിൾസ് കുറച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, ദിസ് ബുക്ക് ഇസ് ബിഗ് ആൻഡ് ദാറ്റ് വൺ ഇസ് സ്മോൾ. അപ്പൊ ഇവിടെ ഒരു ബുക്കിന്റെ കാര്യമാണ് പറയണത്. അപ്പൊ ഇവിടേക്ക് ദിസ് ബുക്ക്
ദിസ് നമ്മൾ കൈ അകലെത്തിരിക്കണേ നമ്മൾ ദിസ് എന്ന് പറയും. ദാറ്റ് നമുക്ക് കൈ എത്താത്ത തന്നെയാണ് നമ്മൾ ദാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ദിസ് ബുക്ക് ഇവിടെ ഇരിക്കണ ബുക്ക് വലുതാണ്, പക്ഷെ അത് ചെറുതാണ്. ദാറ്റ് വൺ ഇസ് സ്മോൾ. അങ്ങനെ ഒരു സെന്റൻസ് ഉണ്ട് അവിടെ. അതേപോലെ തന്നെ വേറൊരു രീതിയിൽ അത് പറഞ്ഞത് ദിസ് ഇസ് എ ബിഗ് ബുക്ക് ആൻഡ് ദാറ്റ് ഇസ് എ സ്മോൾ വൺ. ഇതൊരു വലിയ ബുക്കാണ്, അതെന്നാ ഒരു ചെറുതാണ് എന്നാണ് പറഞ്ഞേക്കണം. അപ്പൊ എന്താ ഇതിനകത്ത് എത്ര വ്യത്യാസം വന്നേക്കണത്? മീനിങ്ങിൽ വല്ല വ്യത്യാസമൊന്നുമില്ല, പക്ഷെ അഡ്ജക്റ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ടേക്കണത്. മീനിങ്ങിൽ ഒരു വ്യത്യാസവും ഇല്ല, പക്ഷെ അഡ്ജക്റ്റീവിന്റെ റീഅറേഞ്ച്മെന്റ് മാത്രമേ അവിടെ വ്യത്യാസമുള്ളൂ. ദ ബുക്ക് ഇസ് ബിഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പിന്നെ ഇവിടെ നമ്മള് ദിസ് ഇസ് എ ബിഗ് ബുക്ക്, ബിഗ് വലിയ ബുക്ക്. മറ്റേ നമ്മൾ ബുക്ക് വലുതായ ബുക്ക്, അതായത് ബുക്ക് വലുതാണ് എന്നാണ് പറയണത്. അപ്പൊ ഇവിടെ ബിഗ് ബുക്ക് എന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ദ ബുക്ക് ഇസ് ബിഗ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ദാറ്റ് വൺ ഇസ് സ്മോൾ, ഇവിടെ എന്താ പറയുക? ദാറ്റ് ഇസ് എ സ്മോൾ വൺ. ഒരു റീഅറേഞ്ച്മെന്റ് മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ആ റീഅറേഞ്ച് ചെയ്തേക്കുന്നതിന് നമ്മൾ രണ്ടും രണ്ട് ടൈപ്പിലാണ് നമ്മൾ വിളിക്കുന്നത്. ഇപ്പൊ ഈ രണ്ടാമത് പറഞ്ഞില്ലേ ദിസ് ഇസ് എ ബിഗ് ബുക്ക്, ഇത് നമ്മൾ പറഞ്ഞില്ലേ ഈ ബി, ഇത് ദിസ് ഇസ് എ ബിഗ് ബുക്ക് ആൻഡ് ദാറ്റ് ഇസ് എ സ്മോൾ വൺ. അപ്പൊ ഇത് നോക്കിയേ, ഇതിന്റെ നൗൺ എന്ന് പറയണത് എന്താ? നമ്മളിവിടെ ബുക്കിനെയല്ലേ നമ്മളിവിടെ പറയണത്. അപ്പൊ ഇവിടെ ബുക്ക്, ഇവിടെ ഈ വണ്ണും ഇവിടെ ബുക്ക് തന്നെയല്ലേ മീൻ ചെയ്യണത്. അപ്പൊ ഈ ബുക്കിന് തൊട്ട് മുമ്പാണ് അഡ്ജക്റ്റീവ് വന്നിരിക്കണമെങ്കിൽ വി സേ ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് എന്ന് നമ്മൾ ഇതിനെ വിളിക്കും. ഈ നൗണിന്റെ തൊട്ട് മുമ്പായിട്ട് ഇങ്ങനെ ബിഗ് ബുക്ക് അല്ലെങ്കിൽ സ്മോൾ ബുക്ക് അങ്ങനെയൊക്കെ തൊട്ട് ഈ നൗണിന് പ്രിസീഡ് എന്ന് പറഞ്ഞാൽ മുമ്പ് വന്നത്. അപ്പൊ ഈ നൗണിന് തൊട്ട് മുമ്പ് വന്ന അഡ്ജക്റ്റീവ്സിനെ നമ്മൾ ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് എന്ന് പറയും. പിന്നെ അതേപോലെ നേരത്തെ ഫസ്റ്റത്തെ ഇതിൽ കണ്ടില്ലേ, ഇത് എക്സാമ്പിൾ എ നമുക്ക് കൊടുത്തില്ലേ, ദിസ് ബുക്ക് ഈസ് ബിഗ് ആൻഡ് ദാറ്റ് വൺ ഇസ് സ്മോൾ. അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പ്രെഡിക്കേറ്റ് ഇതെന്നും പറയും, പ്രെഡിക്കേറ്റീവ്. പിന്നെ ഇത് ആട്രിബ്യൂട്ടീവ് എന്നും പറയും. അതാ അന്ന് ചെറിയ വ്യത്യാസമേ ഉള്ളൂ, ഇത്ര വലിയ ഇതൊന്നും ഇല്ല. എന്നാലും ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കും രണ്ട് ടൈപ്പ് അഡ്ജക്റ്റീവ്, പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവും ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവും ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. In both these sentences, the big words big and small are adjective. നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് സെന്റൻസസിലും ബിഗും സ്മോളും ഇവിടെ യൂസ് ചെയ്ത അഡ്ജക്റ്റീവ്സ് ആണ്. ബട്ട് ഇൻ ദ ഫസ്റ്റ് സെന്റൻസ് ദീസ് വേർഡ്സ് ആർ യൂസ് പ്രെഡിക്കേറ്റീവ്ലി. അപ്പൊ ആദ്യം പറഞ്ഞതിൽ പ്രെഡിക്കേറ്റീവ്ലി ആയിട്ടാണ് നമ്മളത് യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇൻ ദ സെക്കൻഡ് ദേ ആർ യൂസ് ആട്രിബ്യൂട്ടീവ്ലി. ഈ ആട്രിബ്യൂട്ടീവ്ലിയും പ്രെഡിക്കേറ്റീവ്ലി എന്താണെന്നാണ് ഞാനിപ്പോ പറഞ്ഞത് കേട്ടോ. അപ്പൊ അതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. രണ്ട് ടൈപ്പ് അഡ്ജക്റ്റീവ്, പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവും ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവും രണ്ട് ടൈപ്പ് ഉണ്ട്. അത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ആട്രിബ്യൂട്ടീവ് എന്ന് പറയണത് എന്താണ്? തൊട്ട് മുമ്പായിട്ട്, ഇപ്പൊ നൗണിന്റെ തൊട്ട് മുമ്പായിട്ട് കിടന്നിട്ട്, ഇപ്പൊ ഇവിടെ ബിഗ് ബുക്ക് അല്ലെങ്കിൽ സ്മോൾ വൺ എന്നൊക്കെ നമ്മൾ ആ ഡിസ്ക്രൈബ് ചെയ്യണ ആ നൗണിന് തൊട്ട് മുമ്പായിട്ട് കിടക്കണേ, അതിനെ ആട്രിബ്യൂട്ടീവ് എന്ന് പറയും. മറ്റതിന് അല്ലാണ്ട് തിരിഞ്ഞു വന്നതിനെ നമ്മൾ പ്രെഡിക്കേറ്റ് ആണ് അത് അവിടെ. അപ്പൊ പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് എന്നും പറയുമ്പോൾ രണ്ട് ടൈപ്പ് അങ്ങനെ അഡ്ജക്റ്റീവ്സ് ഉണ്ട്. ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി എന്താണെന്നുള്ളത്. പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവും ആട്രിബ്യൂട്ടീവ്. അപ്പൊ ആദ്യത്തെ സെന്റൻസിൽ ഈ അഡ്ജക്റ്റിനെ പ്രെഡിക്കേറ്റീവ്ലി ആയിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്, സെക്കൻഡില് ആട്രിബ്യൂട്ടീവ്ലി ആയിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. അതായത് ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ആണ് ഇവിടെ, മറ്റേത് പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ്. കേട്ടോ, ജസ്റ്റ് ഇന്ന് അറിഞ്ഞിരുന്നാൽ മതി അത്. ഇനി അടുത്തത് അഡ്ജക്റ്റീവ് ഫ്രേസസ്. ഇനി ഈ ഫ്രേസ് ക്ലോസ് ഇതറിയോ നിങ്ങൾക്ക്? ഇതെന്താണ് കണ്ട ക്ലോസ് ഫ്രേസ് എന്നൊക്കെ പറയണത് എന്താണ് അറിയോ ആർക്കെങ്കിലും? ഫ്രേസ് ക്ലോസ് എന്നൊക്കെ പറയണത് ഞാൻ പറഞ്ഞില്ല. ഫ്രേസ് എന്ന് പറയണത് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഫ്രേസ് എന്ന് പറയണത് ഒരു 2-3 വേർഡ്സ്, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ഹാസ് മീനിങ്. അതിൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റീവ് ഒന്നും ഉണ്ടാവില്ല, ഒരു സെറ്റ് ഓഫ് വേർഡ്സ്, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, അതിനെ ഫ്രേസ് എന്ന് പറയും. അന്ന് ഈ ക്ലോസ് എന്ന് പറയുമ്പോൾ അതില് ഒരു സബ്ജക്റ്റീവ് ക്ലോസ് ഉണ്ടാവണം, അതേപോലെ പ്രെഡിക്കേറ്റീവ് ക്ലോസും ഉണ്ടാവണം. അത്രേ വ്യത്യാസമുള്ളൂ. ക്ലോസ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു സബ്ജക്റ്റ് വേണം, അല്ലെങ്കിൽ ഒരു പ്രെഡിക്കേറ്റ് വേണം. ഈ ക്ലോസിൽ, ഫ്രേസിൽ അതിന്റെ ആവശ്യമില്ല. ഫ്രേസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, കുറച്ച് മീനിങ് ഫുൾ ആയിട്ടുള്ള കുറച്ച് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, അത്രേ ഇതിൽ രണ്ടിലും വ്യത്യാസമുള്ളൂ. ഓക്കെ, ഇനി അഡ്ജക്റ്റീവ് ഫ്രേസസ് ആണ് ഇതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അതെന്താണ്? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രേസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഗിവ്സ് മീനിങ് ഉള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഓ അപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് ഫ്രേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് അഡ്ജക്റ്റീവ് ഫ്രേസസ് ആണ്. അഡ്ജക്റ്റീവ് ഫ്രേസസ്.
അപ്പൊ അഡ്ജക്റ്റീവ് ഫ്രേസസ് എന്താണെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ലെറ്റ് two books belonging to two persons be placed in different positions, on one on the table and other in a bag. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടാണ് ഇത് നമുക്ക് അവർ പറഞ്ഞു തന്നത്. അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ബുക്ക് ഉണ്ട്, 2 ആൾക്കാരുടെ രണ്ട് ബുക്ക് ഉണ്ട്, 2 പേരുടെ 2 ബുക്സ്, അത് രണ്ടും ഡിഫറെന്റ് പൊസിഷനിലാണ് വെച്ചേക്കുന്നത്. ഒരെണ്ണം ടേബിളിന്റെ പൊക്കത്തും വെച്ചേക്കണം, ഓൺ ദ ടേബിൾ ആൻഡ് അതർ ഇൻ എ ബാഗ്, ഒരെണ്ണം ഒരു ബാഗിന്റെ അകത്ത്. ഒരെണ്ണം ഒരു ടേബിളിന്റെ പൊക്കത്ത് വെച്ചേക്കണം, അടുത്തത് ഒരു മറ്റാളുടെ ബാഗിന്റെ അകത്താണ് ഇരിക്കുന്നത്. അങ്ങനെ 2 പേഴ്സണിന് 2 സാധനങ്ങൾ ബുക്കാണ്. അപ്പൊ ഒരെണ്ണം 2 ആൾക്കാരുണ്ട് ഇവിടെ, അവരുടെ 2 ബുക്ക് ഉണ്ട്. ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ ടേബിളിന്റെ പൊക്കത്തിരിക്കുന്നു, മറ്റേ ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ബാഗിലിരിക്കുന്നു. അപ്പൊ ഫസ്റ്റത്തെ നോക്കേ, വിച്ച് പെൻ ഇസ് യുവേഴ്സ്. അപ്പൊ ഇതിന്റെ അകത്ത് പെന്ന് അവിടെ ഉദ്ദേശിച്ചത് ബുക്കാണ് അവിടെ വരേണ്ടത്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ പെന്ന് തന്നെ ആക്കാം. അപ്പൊ ബുക്ക് വേണ്ട, പെന്ന് നിങ്ങൾ ഓർത്താ മതി. ഇവിടെ ബുക്ക് വേണ്ട, അതിന് പകരം പെൻ. അപ്പൊ 2 പെൻസ് ഓർത്താ മതി കേട്ടാ. ഒരു പെൻ എന്ന് പറയണത് എവിടെ ടേബിളിന്റെ പൊക്കത്തിരിക്കുന്നു, ഒരെണ്ണം ഒരാളുടെ ബാഗിലും ഇരിക്കുന്നു. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം, വിച്ച് പെൻ ഇസ് യുവേഴ്സ്, ഇതിൽ നിങ്ങളുടെ പേന ഏതാ എന്നാണ് ചോദിക്കുന്നത്. ദ പെൻ ഓൺ ദ ടേബിൾ ഇസ് മൈൻ. ആ പേന ഇതിന്റെ അകത്ത് പൊക്കത്തിരിക്കണമെന്നില്ലേ, ആ ടേബിളിന്റെ പൊക്കത്തിരിക്കുന്ന ആ ടേബിൾ, ദ പെൻ ഓൺ ദ ടേബിൾ ഇസ് മൈൻ. അപ്പൊ ഏത് പേനയാണ് എന്റേത്? ദ പെൻ ഓൺ ദ ടേബിൾ. അപ്പൊ ഇവിടുത്തെ അഡ്ജക്റ്റീവ് ഫ്രേസ് ഏതാ? ഓൺ ദ ടേബിൾ. ഓൺ ദ ടേബിൾ ആണ് ഇവിടുത്തെ അഡ്ജക്റ്റീവ് ഫ്രേസ്. എവിടെയാണെന്നുള്ളതാണ് പറയണത്. അപ്പൊ ഓൺ ദ ടേബിൾ, ദ പെൻ ഓൺ ദ ടേബിൾ ഇസ് മൈൻ. ആ പേന അതിന്റെ പൊക്കത്തുള്ളതാണ് എന്റെ എന്നാണ് പറയണത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, വിച്ച് പെൻ ഇസ് റിദാസ്. റിദയുടെ പേന ഏതാണ്? അപ്പൊ ദ പെൻ ഇൻ ദ ബോക്സ് ഇസ് റിദാസ്. അപ്പൊ ബോക്സിന്റെ അകത്തുള്ളത് റിദയുടെ പേനയാണ്. അങ്ങനെയാണ് വന്നത്. ഞാൻ അതേപോലെ തന്നെ വേറെ 2-3 എക്സാമ്പിളും കൂടെ അവിടെ കൊടുത്തിട്ടുള്ളൂ. elicit more examples as in the following pattern. The boy near the shop is Krishna. വേറൊരു എക്സാമ്പിൾ ആണ് അഡ്ജക്റ്റീവ് ഫ്രേസിന്. ആ കുട്ടി, ആ ആൺകുട്ടി, നിയർ ദ ഷോപ്പ്, ആ ഷോപ്പിന്റെ അടുത്ത് നിൽക്കുന്ന ആ കൊച്ച്, അതാണ് കൃഷ്ണ. അപ്പൊ ദ ബോയ് എന്നുള്ള ആ ഒരു നൗണിനെ ഒന്നും കൂടി ഡിസ്ക്രൈബ് ചെയ്തിട്ട് പറയണേ നിയർ ദ ഷോപ്പ്. ആ ബോയ് ഏത് ബോയ് ആണ്? ആ ഷോപ്പിന്റെ അടുത്ത് നിൽക്കുന്ന, അതാണ് കൃഷ്ണ. അപ്പൊ നിയർ ദ ഷോപ്പാണ് അവിടുത്തെ അഡ്ജക്റ്റീവ് ഫ്രേസ്. ആ ബോയിനെ ഡിസ്ക്രൈബ് ചെയ്യണതല്ലേ, അടുത്ത് നിൽക്കുന്നത്. അപ്പൊ നിയർ ദ ഷോപ്പ് ഇസ് കൃഷ്ണ. നമുക്ക് ഇങ്ങനെ പറയാം, ദ ബോയ് ഇസ് കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷെ ആ ബോയിനെ ഒന്നും കൂടി എന്താണ് കുറച്ചും കൂടി ഡീറ്റെയിൽ കൊടുക്കണേ, ഏതാണ് കറക്റ്റ് ആയിട്ട് ഒന്നും കൂടി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ആ ബോയിന്റെ കുറച്ചും കൂടെ ക്വാളിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡന്റിഫൈ ചെയ്യാൻ ഇച്ചിരി കൂടെ ഡീറ്റെയിൽ കൊടുക്കണേ. ദ ബോയ് നിയർ ദ ഷോപ്പ് ഇസ് കൃഷ്ണ. അപ്പൊ അതൊക്കെയാണ് അഡ്ജക്റ്റീവ് ഫ്രേസ്. ഇനി അടുത്തത് നോക്കിയേ, ദ മാൻ ഇൻ ദ കോർണർ ഇസ് രാജു. ദ മാൻ, അവിടെ നിൽക്കുന്ന ആള്, അയാളുടെ പേരാണ് രാജു. അയാളെ എങ്ങനെയാണ് അയാളെ ഐഡന്റിഫൈ ചെയ്യണത്? ഹിയർസ് ഇൻ ദ കോർണർ, ആ മൂലയായിട്ട് നിൽക്കണ, കോർണറിൽ നിൽക്കണേണ്. അപ്പൊ ദ മാൻ ഇൻ ദ കോർണർ. അപ്പൊ ഇൻ ദ കോർണർ ആണ് അവിടുത്തെ അഡ്ജക്റ്റീവ് ഫ്രേസ്. ദ മാൻ ഇൻ ദ കോർണർ ഇസ് രാജു. അയാള് രാജു എന്ന് പറയുന്ന ആളാണ് ഇൻ ദ കോർണർ, അത് ആണ് രാജു. ദ മാൻ ഹു ഇസ് in the corner is Raju. The man in the corner is Raju. അടുത്ത, the woman in front of the garden is Reena. ഇനി റീന, the woman, ആ സ്ത്രീ, ഏത് സ്ത്രീയെ പറയണത്? ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗാർഡൻ, ഗാർഡനിന് തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ആ ഒരു സ്ത്രീന്റെ പേരാണ് റീന എന്ന് പറയുന്നത്. the woman in front of the garden is റീന. ഇതെല്ലാം അഡ്ജക്റ്റീവ് ഫ്രേസസിന്റെ എക്സാമ്പിൾസ് ആണ്. In each of the above sentences, the words underline help us to identify the അണ്ടർലൈൻ ചെയ്തേക്കുന്നതാണ് അഡ്ജക്റ്റീവ് ഫ്രേസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് ഫ്രേസസ്. അപ്പൊ അങ്ങനത്തെ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിട്ട് നേരത്തെ നമ്മള് റെഡ് ബാഗ് അല്ലെങ്കിൽ സ്മോൾ ബോയ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒറ്റ വേർഡ് അല്ലേ നമ്മൾ അഡ്ജക്റ്റീവ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഇവിടെ ഒന്നോ രണ്ടോ വേർഡ്സ് കൂടെ വന്നു കഴിഞ്ഞാൽ, ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അതൊരു ഫ്രേസ് ആണ്. അപ്പൊ ആ ഫ്രേസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി കോൾ ഇറ്റ് അഡ്ജക്റ്റീവ് ഫ്രേസ്. അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? സംതിങ് ദാറ്റ് ഡിസ്ക്രൈബ്, എന്തെങ്കിലും ഒരു തന്നിരിക്കുന്ന നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യണതാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി ഫ്രേസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഹാസ് മീനിങ്
മീനിങ് ഉള്ള കുറച്ച് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, അതിനെയാണ് ഫ്രേസ് എന്ന് പറയുന്നത്. അപ്പൊ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനത്തെ ഈ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഈസ് യൂസ് ടു ഡിസ്ക്രൈബ്. ഫ്രേസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അഡ്ജക്റ്റീവ് ആവണം എങ്ങനെ? ദാറ്റ് ഈസ് യൂസ് ടു ഡിസ്ക്രൈബ് സംതിങ്. വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന്, ഒരു നൗണിന് ഈ തന്നിരിക്കുന്ന ഈ ഫ്രേസ് ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫ്രേസ് ദാറ്റ് ഇസ് യൂസ് ടു ഡിസ്ക്രൈബ്. ഒരു ഫ്രേസ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി, എന്തെങ്കിലും ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണെന്ന്? ദാറ്റ് ഇസ് യൂസ് ടു ഡിസ്ക്രൈബ് എന്തെങ്കിലും ഒരു നൗൺ. അത് ചിലപ്പോൾ ഒരു വേർഡ് ആകാം. മെയിൻലി അഡ്ജക്റ്റീവ് എന്ന് മാത്രം പറയുമ്പോൾ നമ്മൾ ഒരു വേർഡ് ഒക്കെ വരുള്ളൂ. അതിൽ കുറച്ച് 1-2 വേർഡ്സ് കൂടുതലുണ്ടെങ്കിൽ അതിന് നമ്മൾ അഡ്ജക്റ്റീവ് ഫ്രേസസ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല മാം. ഓക്കെ, അതാണ് അഡ്ജക്റ്റീവ് ഫ്രേസസ്. ഇനി ഇപ്പൊ ഈ അണ്ടർലൈൻ ചെയ്തേക്കുന്നതൊക്കെ അഡ്ജക്റ്റീവ് ഫ്രേസസിന്റെ എക്സാമ്പിൾസ് ആണ് ഇതെല്ലാം. ദ ബോയ് നിയർ ദ ഷോപ്പ്. നിയർ ദ ഷോപ്പ് എന്ന് പറയുമ്പോൾ നിയർ മാത്രം പറഞ്ഞെങ്കിലും അത് അഡ്ജക്റ്റീവ് ആയിട്ട് വരും. നിയർ ദ ഷോപ്പ് അപ്പൊ ഒന്നും കൂടി അതാണ്. അപ്പൊ അവിടുത്തെ ഫ്രേസ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ നിയർ ദ ഷോപ്പ്. ആൻഡ് ഇറ്റ് ഈസ് ഡിസ്ക്രൈബിംഗ് ഹും. ആരെയാണ് ഈ നിയർ ദ ഷോപ്പ് ഡിസ്ക്രൈബ് ചെയ്യണത്? കൃഷ്ണ. അല്ലെങ്കിൽ അത് ആ ബോയിന് പറയുന്ന ആ ബോയിന്. ദെൻ അതേപോലെ തന്നെ ദ മാൻ ഇൻ ദ കോർണർ. അപ്പൊ ആ കോർണറിലുള്ള, അപ്പൊ ഇൻ ദ കോർണർ എന്ന് പറയുന്നതാണ് അവിടുത്തെ അഡ്ജക്റ്റീവ് ഫ്രേസ്. ആൻഡ് ഇറ്റ് ഈസ് ഡിസ്ക്രൈബിംഗ് ദ മാൻ ഹൂസ് നെയിം ഇസ് രാജു. ദെൻ അതേപോലെ ദ വുമൺ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗാർഡൻ. ദ വുമൺ ഇൻ ഗാർഡന്റെ മുമ്പിലായിട്ട് നിൽക്കുന്ന ആ വുമൺ. സോ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗാർഡൻ ഇസ് ഡിസ്ക്രൈബിംഗ് ദ വുമൺ ഹൂസ് നെയിം ഇസ് റീന. റീന എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ. എങ്ങനെയാണ് അവരെ ഒന്നും കൂടി ഐഡന്റിഫൈ ചെയ്യാനും പറയാൻ, അവർ ആ ഗാർഡനിൽ തൊട്ട് മുമ്പ് നിൽക്കുന്ന അവരുടെ പേര് റീന എന്നാണ് പറയുന്നത്. അപ്പം എത്ര ഡീറ്റെയിൽ അവിടെ ആഡ് ചെയ്ത്, അതിനെയാണ് നമ്മൾ ഈ അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്ത് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെ വേണ്ടി ഒരു നൗണിനെ കുറച്ചും കൂടെ ക്വാളിറ്റി കൂട്ടി ഇതാക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ അഡ്ജക്റ്റീവ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുന്നത് ഒരു 2-3 വേർഡ്സ് കൂടി വന്നത് മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ്സ്, ആ മീനിങ് ഫുൾ ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയും. ഇട്ടിട്ടുണ്ടോ? ഇതിന്റെ PDF ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നോ? നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടില്ലേ? ഇതിന്റെ എനിക്ക് തോന്നുന്നു ഈ ക്ലാസ് കഴിയുമ്പോഴേ ഇടുള്ളൂ. ഓക്കെ മാം. എക്സ്ക്യൂസ് മീ മാം. ചോദിക്കും മാം. ഈ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ വിച്ച് പെൻ ഈസ് യുവേഴ്സ് എന്ന് ചോദിക്കുമ്പോ ഓൺ ദ ടേബിൾ എന്ന് പറഞ്ഞാലും അണ്ടർസ്റ്റുഡ് ആണ്. അതാണോ അഡ്ജക്റ്റീവ് ഫ്രേസ്? അത് തന്നെ, ഓൺ ദ ടേബിൾ. അപ്പൊ അവിടെ പെന്നിനെ ഡിസ്ക്രൈബ് ചെയ്യണാണ് ഓൺ ദ ടേബിൾ ഏതാണെന്നുള്ളത്. അതാണ് അവിടുത്തെ അഡ്ജക്റ്റീവ് ഫ്രേസ്. ആ ഫുൾ സെന്റൻസ് പറയാണ്ട് ഓൺ ദ ടേബിൾ എന്ന് പറഞ്ഞാലും അവിടെ ഓൺ ദ ടേബിൾ എന്ന് മാത്രം പറയുമ്പോ ഏതാണെന്ന് കറക്റ്റ് ആയിട്ട് മീനിങ് ഫുൾ ആവണില്ലല്ലോ. അത് ദ പെൻ ഏതാണെന്ന് ചോദിക്കുമ്പോ ഓൺ ദ ടേബിൾ എന്ന് മാത്രം പറഞ്ഞാൽ കറക്റ്റ് അല്ല അത്. അപ്പൊ ദ പെൻ ഓൺ ദ ടേബിൾ ഇസ് മൈൻ, എന്റെ ഏതാണെന്നാണ് ചോദിക്കുന്നത്. കറക്റ്റ് ഇസ് മൈൻ. എന്നാൽ ഓൺ ദ ടേബിൾ എന്ന് പറയുമ്പോൾ വെറുതെ അതിന്റെ പൊക്കത്തിരിക്കുന്നത്. വെർബലി പറയുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ട് അങ്ങനെ പറയണത് ദ പെൻ ഓൺ ദ ടേബിൾ ഇസ് മൈൻ. ആയിരിക്കുന്ന ടേബിളിന്റെ പൊക്കത്തിരിക്കുന്നതാണ് എന്റേത് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞ ചാപ്റ്റേഴ്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടോ? ഇട്ടിട്ടില്ല ക്വസ്റ്റ്യൻ പേപ്പർ? ഓക്കെ. നൗൺസിന്റെ പ്രൊനൗൺസിനെ ഒന്നും ഇട്ടില്ലായിരുന്നല്ലേ? ഓക്കെ, എന്നാ ടൈപ്പ് ചെയ്യുന്നേ ഉണ്ടാവുള്ളൂ. ഇടുവട്ടോ അത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഈ എക്സസൈസസ് ഒക്കെയാണ് കൂടുതലും അതിൽ വരുന്നത്. മാം, നമുക്ക് ഈ PDF ഏത് ക്ലാസ്സിന് മുമ്പേ കിട്ടുമായിരുന്നെങ്കിൽ ഒന്നുകൂടെ ഉപകാരമായിരുന്നു. ക്ലാസ്സിന് അല്ലെ? എനിക്ക് തോന്നുന്നു ക്ലാസ് കഴിഞ്ഞിട്ടാണ് അവര് നോട്ട്സ് ഇടുന്നത്. ഞാൻ പറയാം, ഇങ്ങനെ ഒരു സജഷൻ പറയാം ക്ലാസ്സിന് മുമ്പ് എങ്ങനെയാന്നുള്ളത്. ഞാൻ അവിടെ പറയാം, സജഷൻ പറയാൻ. ഓക്കെ. സോ അഡ്ജക്റ്റീവ്. ഇനി അടുത്തതാണ് അഡ്ജക്റ്റീവ് ക്ലോസസ്. അപ്പൊ ക്ലോസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതില് ഒരു സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് ഒക്കെ ഉണ്ടാവും. അതാണ് ക്ലോസ്. ഹലോ ചിൽഡ്രൻ, ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ദിസ് ഇസ് എ ന്യൂ പിക്ചർ. ഐ സെൻഡ് ദിസ് പിക്ചർ
yesterday. അപ്പൊ അവിടെ എന്തോ പറയണേണ്, ചില കുട്ടികളോട് പറയണേണ് ഈ പിക്ചർ നോക്കാനും. അത് this is the new picture. I sent this picture yesterday. This is the picture that I sent yesterday. This is the boy who played a ball. This is the man who won the award in the music concert. The words underlined qualify the nouns preceding them. But these are not phrases because they have finite words in them. അപ്പൊ ഇങ്ങനെ പറയാം, ദിസ് ഇസ് ദ പിക്ചർ. ഇതിനകത്ത് എന്താണ്, ഇതൊരു ക്ലോസ് ആണ്. ദിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ദ പിക്ചർ എന്നൊക്കെ മാത്രമാണെങ്കിൽ അത് ഫ്രേസ്. അപ്പൊ ദിസ് ഇസ് ദ പിക്ചർ. അപ്പൊ ഇതിനകത്ത് സബ്ജക്റ്റ് ഉണ്ട് ദിസ്, അല്ലെ? അപ്പൊ അങ്ങനത്തെ ഉള്ള വേർഡ്സ്, അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ ക്ലോസ് എന്ന് പറയും. അപ്പൊ ഇപ്പൊ ഈ ആ എക്സാമ്പിൾ ദിസ് ഇസ് ദ പിക്ചർ ദാറ്റ് ഐ സെൻഡ് യെസ്റ്റർഡേ. അപ്പൊ ഇതാണ് ആ പിക്ചർ ഞാൻ ഇന്നലെ സെൻഡ് ചെയ്തത്. അപ്പൊ ആ പിക്ചർ ഇന്നലെ സെൻഡ് ചെയ്ത പിക്ചറാണ് എന്നാണ് പറയണത്. അപ്പൊ അവിടെ ആ ദിസ് ഇസ് ദ പിക്ചർ ആണ് അവിടുത്തെ അഡ്ജക്റ്റീവ് ക്ലോസ്. ദെൻ ദിസ് ഇസ് ദ ബോയ് ഹൂ പ്ലേഡ് ബോൾ. അവിടെ എന്തോ കളിച്ച കാര്യം പറയണം. അപ്പൊ ഇതാണ് ആ ബോയ് എന്ന് പറയണം. ദിസ് ഇസ് ദ മാൻ ഹു വൺ ദ അവാർഡ്. ആ അവാർഡ് വിൻ ചെയ്തത് ഈ പുള്ളിയാണ്. ദിസ് ഇസ് ദ മാൻ. നമ്മൾ അതിന് മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസിൽ പറയണം. അപ്പൊ അതിന് അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയും. എന്തെങ്കിലും ഇതേപോലെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യണതൊക്കെ അഡ്ജക്റ്റീവ്സ് ആണ്. അതേപോലെ അത് ഫ്രേസ് ആയിട്ടും വരാം, ക്ലോസ് ആയിട്ടും വരാം. ഓക്കെ. The words underline qualify the nouns preceding them. But these are not phrases because they have. അപ്പൊ ഇത് ക്ലോസ് ആണ്. ഫ്രേസ് എന്ന് പറയണത് കണ്ട, ഫ്രേസ് എന്ന് പറയണത് കുറച്ച് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ നിയർ ദ ഷോപ്പ്, ഇൻ ദ കോർണർ എന്നൊക്കെ ഒരു ഒന്നോ രണ്ടോ വേർഡ്സ് കൂടി വന്നതാണ് ഈ ഫ്രേസ്. ക്ലോസിൽ അത് നോക്കി അതൊരു കറക്റ്റ് ഒരു സെന്റൻസ് ആയിട്ട് തന്നെയാണ് വന്നത്. ദിസ് ഇസ് ദ പിക്ചർ. അല്ല, അത് മാത്രമായിട്ട് അത് കറക്റ്റ് ആയിട്ട് ഒരു സെന്റൻസ്, കാരണം അതിന്റെ അത് ഇത് സബ്ജക്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനത്തതാണ് ക്ലോസ് എന്ന് പറയുന്നത്. ഡിസ്ക്രൈബ് ചെയ്യാനാണ് അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയും. ഇപ്പൊ ഫ്രേസ് ആണ് ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്തത്, അതിന് അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയും. ഇനി നമുക്ക് കുറെ എക്സാമ്പിൾസും ക്ലോസസിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. സ്റ്റഡി ദ ഫോളോയിങ് സെന്റൻസസ്. ദിസ് ഇസ് ദ ഹോം വേർ ഐ ലിവ്ഡ്. ഇതെന്റെ വീടാണ്, ഹോം, ഞാൻ ജീവിച്ചത്. ഐ ലിവ്ഡ്. ടാറ്റ ഹെൽപ്പ് ദോസ് ഹു ഹെൽപ്പ് ദംസെൽസ്. എന്താ ടാറ്റ സ്വയം ഹെൽപ്പ് ചെയ്യണ അവരെയൊക്കെ ടാറ്റയും ഹെൽപ്പ് ചെയ്യും. രണ്ട് സെന്റൻസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇൻ ഈച്ച് ഓഫ് ദ എബവ് സെന്റൻസസ് there are two verbs. They are finite verbs. Therefore, in each sentence there are two clauses. അപ്പം ഈ തന്നിരിക്കുന്ന ഇതിന്റെ അകത്ത് രണ്ട് ക്ലോസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ഈ ഒരു സെന്റൻസ് മാത്രം നോക്കട്ടാ. ദിസ് ഇസ് ദ ഹോം വേർ ഐ ലിവ്ഡ്. ഈ വീട്, ഞാൻ വളർന്ന വീട്, അല്ലെങ്കിൽ ഞാൻ ലിവ് ചെയ്തത്, ജീവിച്ച വീടാണ് ഇത് എന്ന് പറയണേ. ദിസ് ദ ഹോം വേർ ഐ ലിവ്ഡ്. ഇതിന്റെ അകത്ത് രണ്ട് ടൈപ്പ് ക്ലോസസ് ഉണ്ട്. ഒരു സെന്റൻസിൽ മെയിൻലി രണ്ട് ടൈപ്പ് ക്ലോസസ് എപ്പോഴും വരും. ദ പാർട്ട് ഓഫ് സെന്റൻസ് വിത്ത് എ ഫൈനൈറ്റ് verb is a clause. In the first sentence the two clauses are this is the home and where I lived. ഇപ്പൊ ഈ സെന്റൻസ് നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ദിസ് ഇസ് ദ ഹോം അത് ഒരെണ്ണം, വേർ ഐ ലിവ്ഡ്. അങ്ങനെ രണ്ടായിട്ട് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം ഈ സെന്റൻസിനെ. ഇനി ഇതിന്റെ അകത്ത് ആദ്യം പറഞ്ഞതില്ലേ, ദ ഫസ്റ്റ് ക്ലോസ് കംപ്ലീറ്റ്സ് ദ ഐഡിയ. ഫസ്റ്റത്തെ ദിസ് ഇസ് ദ ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ഒരു ഐഡിയ തന്നെ ഉണ്ട്, ഇതെന്റെ വീടാണ് എന്നുള്ളൊരു കംപ്ലീറ്റ് ഐഡിയ തന്നിട്ടില്ലേ. അപ്പൊ അങ്ങനത്തെ ക്ലോസസിന് നമ്മൾ പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് വിളിക്കും. കറക്റ്റ് ഒരു ഐഡിയ തന്നിട്ടുള്ള ഒരു ക്ലോസ് ആണെങ്കിൽ പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് വിളിക്കും. ദ സെക്കൻഡ് ക്ലോസ് ഡസ് നോട്ട് ഹാവ് എ കംപ്ലീറ്റ് ഐഡിയ. ഇനി രണ്ടാമത് പറഞ്ഞത് ക്ലോസില്ലേ, വേർ ഐ ലിവ്ഡ്, അതൊരു കംപ്ലീറ്റ് സെന്റൻസ് അല്ലേ, കംപ്ലീറ്റ് ഐഡിയ തന്നെയില്ലേ, വേർ ഐ ലിവ്ഡ് എന്ന് മാത്രമല്ലേ അതിന്റെ അത് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ കറക്റ്റ് ഒരു അത് ഒറ്റക്ക് നിൽക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ഫുൾ മീനിങ് നമുക്ക് കൺവേ ചെയ്യണില്ല. അപ്പൊ അങ്ങനത്തെ ക്ലോസസ് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് വിളിക്കും. ആദ്യത്തത് പ്രിൻസിപ്പൽ ക്ലോസ്, ദെൻ സബോർഡിനേറ്റ് ക്ലോസ്. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു സെന്റൻസിൽ മെയിൻലി രണ്ട് ടൈപ്പ് ക്ലോസസ് ആണ് മെയിനായിട്ട് വരുന്നത്. ഫസ്റ്റത് ഇപ്പൊ ഈ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ എക്സാമ്പിളിൽ ദിസ് ഇസ് ദ ഹോം വേർ ഐ ലിവ്ഡ്, അതിനെ നമ്മൾ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ പോർഷൻ ദിസ് ഇസ് ദ ഹോം, ദിസ് ഇസ് ദ ഹോം എന്ന് പറഞ്ഞ് മാത്രം നമ്മൾ പറയണേ ഇറ്റ് ഇസ് എ ഫുൾ സെന്റൻസ്, മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് ഇത്. ദിസ് ഇസ് ദ ഹോം കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കൺവേ ചെയ്യണില്ലേ അത്, ദിസ് ഇസ് ദ ഹോം എന്ന് പറയണത്. അപ്പൊ അങ്ങനത്തെ അങ്ങനെ മാത്രം കറക്റ്റ് മീനിങ് കൺവേ ചെയ്യുന്ന ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിന് അതിനെ നമ്മൾ പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് വിളിക്കും. ആ ക്ലോസിനെ നമ്മൾ പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് വിളിക്കും.
പിന്നെ അതേപോലെ തന്നെ വേർ ഐ ലിവ്ഡ്, രണ്ടാമത്തെ ഭാഗം വേർ ഐ ലിവ്ഡ് എന്ന് പറയുന്നത് ഒറ്റക്ക് നിൽക്കുകയാണെങ്കിൽ അത് കറക്റ്റ് മീനിങ് കൺവേ ചെയ്യണില്ല. വേർ ഐ ലിവ്ഡ് എന്ന് മാത്രമല്ലേ പറയണുള്ളൂ. അപ്പൊ അത് കറക്റ്റ് മീനിങ് കൺവേ ചെയ്യണില്ല. അപ്പൊ അങ്ങനെ കൺവേ ചെയ്യാത്ത ആ പോർഷനെ നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ്. അപ്പൊ ഈ സബോർഡിനേറ്റ് ക്ലോസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ പ്രിൻസിപ്പൽ ക്ലോസിന്റെ ഒപ്പം നിന്നാൽ മാത്രമേ കറക്റ്റ് ഇതിന് ഐഡിയ കൺവേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അല്ലാണ്ട് ഒറ്റക്ക് നിന്ന് കഴിഞ്ഞാൽ സബോർഡിനേറ്റ് ക്ലോസിന് ഒരിക്കലും അതിന്റെ മീനിങ് കൺവേ ചെയ്യാൻ പറ്റില്ല. പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒറ്റക്ക് നിന്നാലും ഇറ്റ് ക്യാൻ കൺവേ സ്പെസിഫിക് മീനിങ്. ബട്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സബോർഡിനേറ്റ് ക്ലോസിന് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് എ കംപ്ലീറ്റ് ആൻഡ് മീനിങ് ഫുൾ സെന്റൻസ്. ഓക്കെ, പ്രിൻസിപ്പൽ ക്ലോസ്, ഇപ്പൊ 2 ടൈപ്പ് ക്ലോസ് ഉണ്ട്, പ്രിൻസിപ്പൽ ക്ലോസ് ആൻഡ് സബോർഡിനേറ്റ് ക്ലോസ്. കറക്റ്റ് ആയിട്ട് ഫസ്റ്റത്തെ പോർഷൻ കറക്റ്റ് ഒരു ഐഡിയ തനിയെ നിന്നാലും ഒരൊറ്റ സെന്റൻസ് ആക്കി നമ്മൾ അതിനെ കട്ട് ചെയ്ത് നമ്മൾ 2 പാർട്ടാകുമ്പോൾ അത് ഒറ്റക്ക് നിന്നാലും കറക്റ്റ് മീനിങ് കൺവേ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്, ക്ലോസ് ആണെങ്കിൽ വി കോൾ ഇറ്റ് പ്രിൻസിപ്പൽ ക്ലോസ്. പ്രിൻസിപ്പൽ ക്ലോസ് നമ്മൾ അതിനെ വിളിക്കും. ഇനി ബാക്കി മറ്റേ പോർഷനെ നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് വിളിക്കും. ആ സബോർഡിനേറ്റ് ക്ലോസിന് ഒറ്റക്ക് നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ഐഡിയ കൺവേ ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് സബോർഡിനേറ്റ് ക്ലോസ്. പ്രിൻസിപ്പൽ ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസ്. Since the subordinate clauses in the 2 sentences given above add to the meaning of the nouns. ഈ subordinate clause എന്താ ചെയ്യാറുള്ളത്? They add to the meaning. കുറച്ചും കൂടെ ഇപ്പൊ നമുക്ക് എന്താ പറയണ, ആ നൗണിന് കുറച്ചും കൂടെ മീനിങ്സ് ആഡ് ചെയ്യൂത്, അല്ലെ? അപ്പൊ അതിന് നമ്മൾ ആൻഡ് ദേ ആർ കോൾഡ് അഡ്ജക്റ്റീവ് ക്ലോസസ്. അപ്പൊ അതിന് നമ്മൾ അഡ്ജക്റ്റീവ് ക്ലോസ് എന്നും പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞത് അഡ്ജക്റ്റീവ് ക്ലോസ്. അപ്പൊ കുറച്ചും കൂടെ ഇപ്പൊ ഈ സബോർഡിനേറ്റ് ക്ലോസിന് നമുക്ക് അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയാം. കാരണം എന്താണ്, ആദ്യം പറഞ്ഞ ആ ക്ലോസിന് ഇപ്പൊ രണ്ടാമത് പറഞ്ഞ ഇവൻ ഈ സബോർഡിനേറ്റ് ക്ലോസ് എന്താ ചെയ്യണത്, അവന് കുറച്ചും കൂടെ മീനിങ് ആഡ് ചെയ്യണല്ലേ. അപ്പൊ അതിന് നമുക്ക് അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് വിളിക്കും. സബോർഡിനേറ്റ് ക്ലോസസ് എല്ലാം അഡ്ജക്റ്റീവ് ക്ലോസസ് ആവാം. Moreover, they are joined with relative pronouns and hence relative clauses. ഈ റിലേറ്റീവ് പ്രോണൗൺസ് ഏതൊക്കെയായിരുന്നു? നമ്മൾ ആ പ്രോണൗൺസ് ചാപ്റ്റർ പഠിച്ചില്ലേ? ഏതാണ് റിലേറ്റീവ് പ്രോണൗൺസ്? മറന്നുപോയാ റിലേറ്റീവ് പ്രോണൗൺസ്? ഹൂ, വേർ, ദാറ്റ്, വിച്ച്, അതൊക്കെയല്ലായിരുന്നു റിലേറ്റീവ് പ്രോണൗൺസ്. മറന്നുപോയ എല്ലാരും. ഇടക്കിടക്ക് ഒന്ന് പോർഷനൊക്കെ ഒന്ന് റിവൈസ് ചെയ്യണോട്ടാ. ഇത് ഇന്നുള്ള എല്ലാവരും കണ്ടിന്യൂഷൻ ആണ്. നമുക്ക് എല്ലായിടത്തും എല്ലാ കാര്യങ്ങളും ആവശ്യം വരും. അപ്പൊ അതാണ് റിലേറ്റീവ് പ്രോണൗൺസ്. നമ്മൾ ആദ്യം പഠിച്ചില്ലേ പ്രോണൗൺസിന്റെ ചാപ്റ്ററിൽ? ഇപ്പം ദിസ് ഇസ് ദ ബോയ് ഹൂ വൺ ദ ഫസ്റ്റ് പ്രൈസ്. അപ്പൊ അതിന്റെ അത് ഹൂ എന്ന് പറയണത് ആണ് റിലേറ്റീവ് പ്രോണൗൺ, അല്ലെ? അപ്പൊ ഹൂ വൺ ദ പ്രൈസ് എന്ന് പറയുമ്പോ ക്വസ്റ്റ്യൻ, ഇൻട്രോഗേറ്റീവ്. ഈ ഇൻട്രോഗേറ്റീവ് തന്നെ സെന്റൻസിന്റെ നടുക്കായിട്ട് വരുന്നത്, കുറച്ചും കൂടി മീനിങ് ആഡ് ചെയ്യാൻ വേണ്ടി വരുന്നത്, അതാണ് റിലേറ്റീവ് പ്രോണൗൺസ്. കേട്ടാ, ഇടക്ക് റിവൈസ് ചെയ്യണോട്ടോ എല്ലാവരും. അപ്പൊ ആദ്യം അങ്ങനെ നമ്മൾ ഇവിടെ പറയണത് റിലേറ്റീവ് പ്രോണൗൺസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ റിലേറ്റീവ് ക്ലോസസ് എന്നും കൂടെ നമുക്ക് അതിനെ വിളിക്കാം. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ ഇല്ലേ, ദിസ് ഇസ് ദ ഹോം വേർ ഐ ലിവ്, ഇവിടുത്തെ റിലേറ്റീവ് പ്രോണൗൺ ഏതാ? വേർ. യെസ്. അപ്പൊ ഇവിടുത്തെ റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത് വേർ. അപ്പം ഇങ്ങനെ വേർന്നുള്ള അങ്ങനത്തെ വേറെ ഹൂവ, വിച്ച, അല്ലെങ്കിൽ ദാറ്റ ഇവിടെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മള് ഇതിന് ആഡ്ജക്റ്റീവിന് നമ്മൾ എന്ത് വിളിക്കും? റിലേറ്റീവ് ക്ലോസസ്. അങ്ങനത്തെ ക്ലോസിനെ നമ്മൾ റിലേറ്റീവ് ക്ലോസസ് എന്ന് വിളിക്കും. The 2 relative clauses here are where I studied and who helped themselves. ഇനി അടിയിലും വേറെ കണ്ടില്ലേ, ഹൂ അടിയിലും ഉണ്ട്, അടുത്ത സെന്റൻസിലും കണ്ട ഹൂ ഹെൽപ്പ് ദംസെൽസ്. അപ്പൊ അതിന്റെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത് ഹൂ ഹെൽപ്പ് ദംസെൽസ്. അപ്പൊ അതില് ഏതാണ് റിലേറ്റീവ് ക്ലോസ് അതിന്റെ അകത്ത് കിടക്കുന്നത്? റിലേറ്റീവ് ക്ലോസ് ഏതാണ്? ഹൂ. റിലേറ്റീവ് പ്രോണൗൺ ആയ ഹൂ. അപ്പൊ വേണ്ട, ഹൂവും ഇവിടെ വേറും. അപ്പം ഈ ഒന്നുകൂടി ഞാൻ പറയാം, പ്രിൻസിപ്പൽ ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസ്. മെയിൻ ആയിട്ടുള്ളത് പ്രിൻസിപ്പൽ ക്ലോസ്. അതിന്റെ അടുത്ത പോർഷൻ ആയിട്ട് വരുന്നത് കുറച്ചുകൂടെ മീനിങ് ആഡ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ് ഈ സബോർഡിനേറ്റ് ക്ലോസ്. അപ്പൊ ഈ സബോർഡിനേറ്റ് ക്ലോസിന് നമുക്ക് അഡ്ജക്റ്റീവ് ക്ലോസസ് എന്നും പറയാം. ഈ സബോർഡിനേറ്റ് ക്ലോസസ് ആണ് ശരിക്കും പറഞ്ഞ അഡ്ജക്റ്റീവ്സ്.
കാരണം ഈ പ്രിൻസിപ്പൽ ക്ലോസിന് ഒന്നും കൂടി ഡീറ്റെയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയല്ലേ ഇവൻ വന്നത്, ഈ അഡ്ജക്റ്റീവ് ക്ലോസ്. അങ്ങനെയുള്ള ഇതിനെ ക്ലോസസ് നമ്മൾ അഡ്ജക്റ്റീവ് ക്ലോസസ് എന്ന് പറയാം. പിന്നെ മെയിൻലി അഡ്ജക്റ്റീവ് ക്ലോസസിന് നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ റിലേറ്റീവ് പ്രോണൗൺസ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്തെങ്കിലും ഇപ്പൊ ഒരു ആളിനെ കുറിച്ചാണ് പറയണെങ്കിൽ നമ്മൾ ഹൂ, ഹും ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ റിലേറ്റീവ് പ്രോണൗൺസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ റിലേറ്റീവ് ക്ലോസസ് എന്ന് വിളിക്കും. പിന്നെ അതേപോലെ നോൺ ലിവിങ് തിങ്സ് ഒക്കെ നമ്മൾ വിച്ച്, ദാറ്റ് ഒക്കെ യൂസ് ചെയ്യും. അപ്പൊ അതിന് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അതാണ് റിലേറ്റീവ് ക്ലോസസ്. പിന്നെ അത് കുറച്ച് അധികം ടേംസ് നമ്മളിപ്പോ പറഞ്ഞു. പ്രിൻസിപ്പൽ ക്ലോസ് പറഞ്ഞ്, സബോർഡിനേറ്റ് ക്ലോസ് പറഞ്ഞ്, അതുപോലത്തെ അഡ്ജക്റ്റീവ് ക്ലോസ്, ദെൻ റിലേറ്റീവ് ക്ലോസ്. ഇത്രയും 4 കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ അകത്ത് പറഞ്ഞു ക്ലോസിന്റെ. ക്ലോസ് 2 ടൈപ്പ് ക്ലോസ് ഉണ്ട് മെയിൻലി, പ്രിൻസിപ്പൽ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും. ഈ സബോർഡിനേറ്റ് ക്ലോസിന്റെ ജോലി എന്താണ്? ഈ പ്രിൻസിപ്പൽ ക്ലോസിന് കുറച്ചും കൂടെ മീനിങ് ആഡ് ചെയ്ത് കൊടുക്കുക, കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യലാണ് ഇവന്റെ പണി. ആരുടെ? ഈ അഡ്ജക്റ്റീവ് ക്ലോസിന്റെ പണി. അപ്പൊ ഈ അഡ്ജക്റ്റീവ് ക്ലോസിനെ തന്നെ എങ്ങനെയാണ് നമ്മൾ സെന്റൻസിൽ യൂസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്? ഏതെങ്കിലും റിലേറ്റീവ് പ്രോണൗൺസ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഇതിനെ കൂടുതലും പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഹൂ, വിച്ച്, വേർ, ദാറ്റ് അങ്ങനത്തെ റിലേറ്റീവ് പ്രോണൗൺസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൂടുതലും ഈ അഡ്ജക്റ്റീവ് ക്ലോസസിന് പറയണത്. അപ്പൊ അങ്ങനെ റിലേറ്റീവ് പ്രോണൗൺ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ റിലേറ്റീവ് ക്ലോസസ് എന്ന് വിളിക്കും. അത്രേ ഉള്ളൂ കേട്ടാ. അപ്പൊ പ്രിൻസിപ്പൽ ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസ്, അതിനെ തന്നെ നമുക്ക് അഡ്ജക്റ്റീവ് ക്ലോസ് എന്നും പറയാം. അഡ്ജക്റ്റീവ് ക്ലോസസിൽ റിലേറ്റീവ് പ്രോണൗൺ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി കോൾ ഇറ്റ് റിലേറ്റീവ് ക്ലോസസ്. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? എല്ലാവർക്കും ഇത് മനസ്സിലായില്ലേ? ഓക്കെ. ക്ലോസ് നമ്മൾ അഡ്ജക്റ്റീവ് ഫ്രേസ് പറഞ്ഞ്, പിന്നെ അഡ്ജക്റ്റീവ് ക്ലോസ് ഒന്നും കൂടി ഇതാവാൻ വേണ്ടിയാണ് നമുക്ക് ഈ സബോർഡിനേറ്റ് ക്ലോസും പ്രിൻസിപ്പൽ ക്ലോസിന്റെ കാര്യമൊക്കെ ഇവിടെ ഒന്നും കൂടി പറഞ്ഞു കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ ഏതാ പഠിച്ച്? അഡ്ജക്റ്റീവ് എന്താന്ന് പഠിച്ച്. അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം പഠിച്ച്. അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണെന്ന്? ഇറ്റ് ഈസ് സംതിങ് യൂസ് ടു ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നൗൺസിനെ ഉണ്ടാവും. നൗൺസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഈ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരു വേർഡ് ആവാം, അല്ലെങ്കിൽ ഒരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് വേർഡ് ആവാം, അല്ലെങ്കിൽ ഒരു ഫുൾ സെന്റൻസ് ആവാം. അങ്ങനെ ഒരു വേർഡ് ഒക്കെ നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് മാത്രം പറയും. കുറച്ച് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണെങ്കിൽ വി കോൾ ഇറ്റ് അഡ്ജക്റ്റീവ് ഫ്രേസസ് എന്ന് വിളിക്കും. പിന്നെ ഒരു ഫുൾ മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസ് ആണ്, അത് പ്രെഡിക്കേറ്റും സബ്ജക്റ്റ് ഒക്കെ ഉള്ള ഒരു സെന്റൻസ് ആണ് നമ്മൾ അഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. വി കോൾ ഇറ്റ് അഡ്ജക്റ്റീവ് ക്ലോസ്. അപ്പൊ അഡ്ജക്റ്റീവ് ഫ്രേസ്, അഡ്ജക്റ്റീവ് ക്ലോസ്. ഇനി അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ അഡ്ജക്റ്റീവ് ഫ്രേസ് എങ്ങനെയെന്ന് നമ്മൾ പഠിച്ച്. അഡ്ജക്റ്റീവ് ഫ്രേസ് എങ്ങനെയാണ് വന്നത് എന്നുള്ളത്, അത് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, 1-2 വേർഡ്സ് ജോയിൻ ചെയ്ത് വന്നത് ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ വി കോൾ ഇറ്റ് അഡ്ജക്റ്റീവ് ഫ്രേസ്. പിന്നെ അതേപോലെ തന്നെ അഡ്ജക്റ്റീവ് ക്ലോസ്, ഒരു പെർഫെക്റ്റ് സെന്റൻസ് ആണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ വി കോൾ ഇറ്റ് അഡ്ജക്റ്റീവ് ക്ലോസ്. ക്ലോസ് പറഞ്ഞപ്പോൾ നമ്മൾ വേറെ 2 കാര്യങ്ങളും കൂടെ അവിടെ ആഡ് ചെയ്ത് ക്ലോസ് 2ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പ്രിൻസിപ്പൽ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും. പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ളത്. ഒരു സ്കൂളിലെ പ്രിൻസിപ്പൽ എങ്ങനെയാണ്? പുള്ളിയല്ലേ മെയിൻ ആയിട്ട് സ്കൂളിൽ. അതേപോലെ തന്നെ ഒരു സെന്റൻസിലെ പ്രിൻസിപ്പൽ ക്ലോസ് പുള്ളിയായിരിക്കും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അത് ഒറ്റക്ക് നിന്നാലും ഹി ഹാസ് ഒരു കറക്റ്റ് മീനിങ് കൺവേ ചെയ്യണതാണ് പ്രിൻസിപ്പൽ ക്ലോസ്. പിന്നെ സബോർഡിനേറ്റ്സ്, സാധാരണ ജോലിയിലൊക്കെ ഇങ്ങനെ സബോർഡിനേറ്റ്സ് എന്താ ചെയ്യണത്? മെയിൻ ആളെ ഹെൽപ്പ് ചെയ്യല്ലേ ചെയ്യണത്. അതേപോലെ തന്നെ ഈ സബോർഡിനേറ്റ് ക്ലോസ് എന്താ ചെയ്യണത്? ഈ പ്രിൻസിപ്പൽ ക്ലോസിനെ ഹെൽപ്പ് ചെയ്യും, കുറച്ചും കൂടെ മീനിങ്സ് ആഡ് ചെയ്യാൻ വേണ്ടി, കൺവേ ചെയ്യാൻ വേണ്ടി, ക്വാളിറ്റി ഒന്നും കൂടി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് കൊടുക്കും. സബോർഡിനേറ്റ് ക്ലോസ്. ഈ സബോർഡിനേറ്റ് ക്ലോസിനെ തന്നെയാണ് നമ്മൾ അഡ്ജക്റ്റീവ്. ഈ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? എന്തെങ്കിലും ഒരു സാധനം ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു സെന്റൻസ് ആവാം, അല്ലെങ്കിൽ ഒരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആവാം, അല്ലെങ്കിൽ ഒറ്റ വേർഡ് ആവാം. എന്തെങ്കിലും ഒരു സാധനം ഡിസ്ക്രൈബ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ വി കോൾ ഇറ്റ് അഡ്ജക്റ്റീവ്. അപ്പൊ ഇവിടെ സബോർഡിനേറ്റ് ക്ലോസ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യണത്? ഈ പ്രിൻസിപ്പൽ ക്ലോസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയല്ലേ. അപ്പൊ നമ്മൾ അതിനെ അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് വിളിക്കും. അഡ്ജക്റ്റീവ് ക്ലോസസ് മെയിൻലി എപ്പോഴും റിലേറ്റീവ് പ്രോണൗൺസ് ആയ ഹൂ, വിച്ച്, വേർ, ദാറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് കൂടുതലും അഡ്ജക്റ്റീവ് ക്ലോസസ് ഒക്കെ വരുന്നത്. അപ്പൊ ഈ അങ്ങനത്തെ അഡ്ജക്റ്റീവ് ക്ലോസസ് ആണ് നമ്മൾ റിലേറ്റീവ് പ്രോണൗൺസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി കോൾ ഇറ്റ് റിലേറ്റീവ് ക്ലോസസ്. കണ്ടാ? ഇത്രയുമാണ് പറഞ്ഞത് റിലേറ്റീവ് ക്ലോസ്.
ഇനി ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് വായിച്ചു നോക്കുമ്പോ ഇത്രയും പറഞ്ഞ കാര്യങ്ങളില് എന്താണ് സാധാരണയായിട്ട് ക്ലോസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോ ഇഫ് ക്ലോസും മെയിൻ ക്ലോസും അല്ല. അപ്പൊ ഈ മെയിൻ ക്ലോസിലും ഇഫ് ക്ലോസിലും അതിൽ ഇൻക്ലൂഡ് ആയിട്ട് തന്നെയല്ലേ ഈ സബോർഡിനേറ്റ് ക്ലോസ് ഒക്കെ? വരുന്നത് ക്ലോസിൽ തന്നെ വരുന്നതാണ്. നമുക്ക് അതിനകത്ത് സബോർഡിനേറ്റ് ക്ലോസ് അഡ്ജക്റ്റീവ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എന്താണെന്നൊന്ന് ഐഡിയ കിട്ടാൻ വേണ്ടി ആ 2 ടൈപ്പ് പറഞ്ഞത്. നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവുമല്ലോ എങ്ങനെയാണ് ക്ലോസ് എന്നുള്ളത്. അപ്പൊ ഈ സബോർഡിനേറ്റ് ക്ലോസിനെ തന്നെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് ക്ലോസസ് ആയിട്ട് പറയാറുള്ളത്. ക്വാളിറ്റി നൗൺസിനെ ക്വാളിറ്റി കാണിക്കാൻ വേണ്ടി അഡ്ജക്റ്റീവ്. പിന്നെ അതിന്റെ ഒപ്പം തന്നെ റിലേറ്റീവ് പ്രൊനൗൺസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ റിലേറ്റീവ് ക്ലോസ് എന്നും കൂടെ പറയും. ആ എക്സാമ്പിളും കൂടെ നോക്കുമ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും അങ്ങോട്ട് ക്ലിയർ ആയി പോയിക്കോളൂ. അല്ലേ? അടുത്ത എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇൻസ്പെക്ടർ, അതൊരു ഇൻസ്പെക്ടറും വുമണും തമ്മിലുള്ള, ഒരു സ്ത്രീയും ഒരു ഇൻസ്പെക്ടറും തമ്മിലുള്ള ഒരു ഡയലോഗാണത്. ഇസ് ദിസ് ദ മാൻ ഹു സ്നാച്ച്ഡ് യുവർ ഹാൻഡ് ബാഗ് ഇൻ ദ പാർക്ക്? അപ്പൊ ഇൻസ്പെക്ടർ ചോദിക്കണേണ്, ആ ലേഡീനോട് ചോദിക്കണേണ്, ഇതാണോ ആ ആള് ഹു സ്നാച്ച്ഡ് യുവർ ഹാൻഡ് ബാഗ് തട്ടിപ്പറിച്ചത്? പാർക്കിൽ വെച്ച് നിങ്ങളുടെ ഹാൻഡ് ബാഗ് തട്ടിപ്പറിച്ച ആളാണോ ഇത്? ഇസ് ദിസ് ദ മാൻ ഹു സ്നാച്ച് യുവർ ഹാൻഡ് ബാഗ് ഇൻ ദ പാർക്ക്? ഇവിടെ എന്തൊക്കെ നൗൺ ഉണ്ട് ആദ്യം തന്നെ പറഞ്ഞേ. ഈ ഫസ്റ്റ് സെന്റൻസിൽ ഏതൊക്കെ നൗൺ ഉണ്ട്? മാൻ, ഹാൻഡ് ബാഗ്, പാർക്ക്, ഇൻസ്പെക്ടർ. ഓക്കെ, ഇൻസ്പെക്ടർ. അപ്പൊ ഈ സെന്റൻസിൽ ഇത്രയും കാര്യങ്ങളുണ്ട്. മാൻ, ഹാൻഡ് ബാഗ്, പാർക്ക്, ഇത്രയും കാര്യങ്ങളാണ് അടുത്ത നൗൺ. ഇനി മാനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? who snatched your handbag. Who snatched your handbag? ഇതാണോ ആള്? ഏത്? Who snatched your handbag? തട്ടിപ്പറിച്ചത്. അതാണ് തട്ടിപ്പറിച്ചത് ആരാ? ഇയാളാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോണൗൺ അവിടെ പറഞ്ഞില്ലേ? അപ്പൊ അതെന്താ? റിലേറ്റീവ് ക്ലോസ് ആണത്. ദെൻ അടുത്ത സെന്റൻസ് നോക്കിയാ, യെസ് ദിസ് ഇസ് ദ മാൻ ഹു സ്നാച്ച്ഡ് ഇറ്റ് ഫ്രം മീ. അവര് പറയണ ഇത് തന്നെയാണ്. ദിസ് ഇസ് ദ മാൻ who snatched it from me. This is the man. ഇത് തന്നെയാണ് this is the man എന്ന് പറയുമ്പോ this is the man എന്ന് പറയുന്നത് എന്താണ് അവിടുത്തെ? പ്രിൻസിപ്പൽ ക്ലോസ്. യെസ്, വെരി ഗുഡ്. പ്രിൻസിപ്പൽ ക്ലോസ് അവിടെ ആ സെന്റൻസില് പ്രിൻസിപ്പൽ ക്ലോസ് അല്ലേ അത്? ദിസ് ഇസ് ദ മാൻ. ഈ ദിസ് ഇസ് ദ മാൻ ഒറ്റക്ക് നിന്ന് കഴിഞ്ഞാൽ മീനിങ് ഫുൾ സെന്റൻസ് അല്ലേ? അപ്പൊ ദിസ് ഇസ് ദ മാൻ ആണ് അവിടുത്തെ പ്രിൻസിപ്പൽ ക്ലോസ്. അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, അതിന് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആഡ് ചെയ്യാൻ വേണ്ടി ഹു സ്നാച്ച്ഡ് ഇറ്റ് ഫ്രം മീ, എന്റെ അടുത്ത് നിന്ന് തട്ടിപ്പറിച്ച അയാള് തന്നെയാണ് ഇത് എന്നാണ് പറഞ്ഞത്. ഹു സ്നാച്ച്ഡ്. അപ്പൊ ഇവിടുത്തെ റിലേറ്റീവ് പ്രോണൗൺ ഹു. സ്നാച്ച്ഡ് ഇറ്റ് ഫ്രം മീ. ദെൻ ഇൻസ്പെക്ടർ, ഇസ് ദിസ് ദ ബാഗ് ദാറ്റ് ഹി സ്നാച്ച്ഡ് ഫ്രം യു? അപ്പൊ നേരത്തെ ചോദിച്ചത് മാൻ, അയാളെ കുറിച്ചാ ചോദിച്ചത്. ആ മാൻ, അതുകൊണ്ടാണ് അവിടെ ഹു വന്നത്. അയാളെ കുറിച്ച്, ആ മനുഷ്യനെ കുറിച്ചാണ് ചോദിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഹു വന്നത്. ഇനി ഇപ്പൊ ചോദിക്കണത് ഇസ് ദിസ് ദ ബാഗ്, ഈ ബാഗ് തന്നെയാണോ? ദാറ്റ്. കണ്ട, അപ്പൊ ഇതാണോ ആ ബാഗ്? നിങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച ബാഗ് ഇതാണോ എന്നാണ് ചോദിക്കുന്നത്. ഇസ് ദിസ് ദ ബാഗ് ദാറ്റ് ഹി സ്നാച്ച്ഡ് ഫ്രം യു? ഇതാണോ ആ ബാഗ് ദാറ്റ് ഹി സ്നാച്ച്ഡ് ഫ്രം യു? യെസ് ദാറ്റ്സ് ദ ഓഫീസ് ഷി വർക്ക്ഡ്. അതില് അതത്രേ ഉള്ളൂ കേട്ടോ. ഈ രണ്ടാമത്തെ സെന്റൻസ് വേറെ ഇതാ വന്നത്. അപ്പൊ ഇവിടം വരെ നോക്ക്, ഇവിടം വരെ. അത് ഇവിടെ ഒരു സെന്റൻസിൽ തെറ്റുണ്ട്. ആ വുമന്റെ ഡയലോഗില്ലേ ഇതില്, ഇത് വേണ്ട. അത് നോക്കി, ഇസ് ദിസ് ദ ബാഗ് ദാറ്റ് ഹി സ്നാച്ച്ഡ് ഫ്രം യു? അതിന്റെ ആൻസർ എന്തായിരിക്കും? അത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ഇപ്പൊ ഇതാണോ ആ ബാഗ്? നിങ്ങളുടെ തട്ടിപ്പറിച്ച ബാഗ് ഇതാണോ എന്ന് ചോദിക്കണേ. അപ്പൊ അവരെന്തായിരിക്കും ആൻസർ പറയാ? Yes, this is the bag snatched from me. that he snatched from me. അല്ലെ? ആദ്യം പറഞ്ഞില്ലേ ഇത് ഈ വുമൺ ഈ പറഞ്ഞ ആൻസർ ഇല്ല, അതേപോലെ തന്നെ. യെസ് ദിസ് ഇസ് ദ മാനിന് പകരം, ഈ മാനിന് പകരം അവിടെ ബാഗ് ആവുന്ന മാത്രമേ ഉള്ളൂ. ഹൂന് പകരം അവിടെ ഏത് റിലേറ്റീവ് പ്രോണൗൺ വരും? ദാറ്റ് വരും. അപ്പൊ ദിസ് ഇസ് ദ ബാഗ്, ദിസ് ഇസ് ദ ബാഗ് that snatched that he snatched from me. യു മാറി ക്വസ്റ്റ്യൻ തിരിച്ചല്ലേ വന്നെ. അപ്പൊ ഫ്രം മീ. അപ്പൊ അവിടെ എന്താണ്? അവിടെ ഒന്ന് എഴുതി വെച്ചു. നിങ്ങളുടെ നോട്ട്
ഇതെടുത്തവർ വേണമെങ്കിൽ അവിടെ എഴുതി വെക്കാം കേട്ടോ, പ്രിന്റ് എടുത്തവര്. ആ വുമന്റെ ഈ ഡയലോഗ് തെറ്റാണത്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇത് കട്ട് ചെയ്തിട്ട് എഴുതുക. യെസ് ദിസ് ഇസ് ദ ബാഗ്. യെസ് ദിസ് ഇസ് ദ ബാഗ് ദാറ്റ് ഹി സ്നാച്ച്ഡ് ഫ്രം മീ. യെസ് ദിസ് ഇസ് ദ ബാഗ് ദാറ്റ് ഹി സ്നാച്ച്ഡ് ഫ്രം മീ. അപ്പൊ ഇൻസ്പെക്ടർ ചോദിക്കണേണ്, ഇതാണോ നിങ്ങളുടെ ബാഗ് തട്ടിപ്പറിച്ച ഈ ബാഗ് ഇതാണോ എന്ന് ചോദിക്കണേ. അപ്പൊ അവര് അതെ ഇത് തന്നെയാണ്, എന്റെ അടുത്ത് തട്ടിപ്പറിച്ച ബാഗ് ഇത് തന്നെയാണ് അവര് തറപ്പിച്ച് പറഞ്ഞു. ഇനി ഇൻസ്പെക്ടർ പിന്നെയും ചോദിക്കുന്നത്, ഹൗ ഡു യു നോ, നിങ്ങൾക്ക് ഓ എന്താണ്? Yes, this is the bag that. That he snatched from me. That he snatched from me. Yes, this is the bag that he snatched from me. Okay, എഴുതിയോ? Yes. അപ്പൊ ആ ഇൻസ്പെക്ടർ പിന്നെയും ചോദിക്കുകയാണ്, ഹൗ ഡു യു നോ, നിങ്ങൾക്ക് എങ്ങനെ കറക്റ്റ് ആയിട്ട് അറിയാം, എത്ര ഷുവർ എങ്ങനെ ആയത്, ഹൗ ഡു യു നോ? വുമൺ പറയാം, ഇറ്റ്സ് എ പ്രസന്റ് ഐ ഗോഡ് ഓൺ മൈ ലാസ്റ്റ് ബർത്ത്ഡേ. അപ്പൊ എന്റെ ബർത്ത്ഡേക്ക് ലാസ്റ്റ് ബർത്ത്ഡേക്ക് കഴിഞ്ഞു പോയ ആ ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടിയ ഒരു പ്രസന്റ് ആണ്. ഇറ്റ്സ് എ പ്രസന്റ് ഐ ഗോഡ് ഓൺ മൈ ലാസ്റ്റ് ബർത്ത്ഡേ. ഇൻസ്പെക്ടർ പിന്നെ അപ്പൊ നേരത്തെ ഒരു ഫസ്റ്റ് എന്താ ചോദിച്ചത്, മാനെ കുറിച്ചാണ് ചോദിച്ചത്, ഇതാണോ? അപ്പൊ അവിടെ ഹൂ വന്ന്. ദെൻ രണ്ടാമത് ആ ബാഗിനെ കുറിച്ചാണ് ചോദിച്ചത്, അപ്പൊ അവിടുത്തെ റിലേറ്റീവ് പ്രോണൗൺ ദാറ്റ് വന്ന്. ഇനി ചോദിക്കുന്നത് പ്ലേസിനെ കുറിച്ചാണ് കേട്ടോ ചോദിക്കുന്നത്. നോക്കിയേ, ഇസ് ദിസ് ദ പ്ലേസ് വെർ യു വർ സ്റ്റാൻഡിങ് വെൻ ഹി സ്നാച്ച് ദ ബാഗ്. അപ്പൊ അവരോട് ചോദിക്കുന്നത് ഇത് തന്നെയായിരുന്നു ആ സ്ഥലം, വേർ യു വർ സ്റ്റാൻഡിങ്, നിങ്ങൾ ഇവിടെ വെച്ച് തന്നെയാണോ അയാൾ ആ ബാഗ് തട്ടിപ്പറിച്ചത്? ആ സ്ഥലമാണ് ഇവിടെ ചോദിക്കുന്നത്. ഇസ് ദിസ് ദ പ്ലേസ് വേർ യു വർ സ്റ്റാൻഡിങ്, നിങ്ങൾ ഈ സ്ഥലത്ത് തന്നെയായിരുന്നോ നിൽക്കുന്നത് വെൻ ഹി സ്നാച്ച് ദ ബാഗ്. എപ്പോ അവൻ ആ ബാഗ് തട്ടിപ്പറിച്ചപ്പോ നിങ്ങൾ ഇവിടെ തന്നെയായിരുന്നു നിന്നിരുന്നത്, ആ പ്ലേസ് ആണ് അവിടെ സ്പെസിഫൈ ചെയ്ത് ചോദിക്കുന്നത്. അപ്പൊ വുമൺ പറയും, യെസ് ഇൻസ്പെക്ടർ ദിസ് ഇസ് ദ പ്ലേസ് വേർ ഐ വാസ് സ്റ്റാൻഡിങ് അറ്റ്. അപ്പൊ കണ്ട പ്ലേസ് വന്നപ്പോ ഇവിടെ വേറായി, പ്ലേസ് അല്ലേ പറഞ്ഞത്, അപ്പൊ ഇവിടെ റിലേറ്റീവ് പ്രോണൗൺ വേറായി. മറ്റേത് എങ്ങനെയായിരുന്നു റിലേറ്റീവ് പ്രോണൗൺ വന്നത്? ബാഗ് ചോദിച്ചപ്പോ ദാറ്റ് വന്ന്, പിന്നെ മാനെ കുറിച്ച് ചോദിച്ചപ്പോ ഹൂ എന്ന് വന്ന് കേട്ടാ. അപ്പൊ ഇവിടെ പ്ലേസ് ആണ് ചോദിച്ചേക്കുന്നത്, ഇതാണോ ആ പ്ലേസ്, നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോഴായിരുന്നു അയാൾ ആ ബാഗ് സ്നാച്ച് ചെയ്ത് കൊണ്ടുപോയി, തട്ടിപ്പറിച്ച് കൊണ്ടുപോയത്. അപ്പൊ യെസ് ഇൻസ്പെക്ടർ ദിസ് ഇസ് ദ പ്ലേസ് വേർ ഐ വാസ് സ്റ്റാൻഡിങ്. അപ്പൊ ഇത് തന്നെയായിരുന്നു ആ പ്ലേസ് വേർ ഐ വാസ് സ്റ്റാൻഡിങ് അറ്റ്. ഇസ് ദിസ് ദ വുമൺ ഹൂസ് ഓ എന്താണ്? ഓക്കെ, ഇനി is this the woman whose bag you snatched last night? അപ്പൊ അതെന്താണ് ചോദിക്കുന്നത്, ഇസ് ദിസ് ദ വുമൺ. ഇനി തിരിച്ച് അയാളോടാണ് ചോദിക്കുന്നത്. ഇത്ര നേരം അവരോട് ആ വുമണിനോട് ചോദിച്ചു, ആരാണ്? രേഷ്മ PR. എന്താണ് രേഷ്മ? ആളുടെ മൈക്കോണോ? ഇതായിരിക്കുമല്ലേ, ഇനി എന്റെ വോയിസ് തന്നെ എനിക്ക് കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ, മ്യൂട്ട് ചെയ്ത് വെക്കട്ടെ എല്ലാരും, അല്ലെങ്കിൽ ക്ലാസ് ഡിസ്റ്റർബ് ആവും. ഓക്കെ, അപ്പൊ ഇത്ര നേരം ആ വുമണിനോട്, ആ സ്ത്രീനോടാ ചോദിച്ചുകൊണ്ടിരുന്നത്, ഇത് തന്നെയാണോ? ആദ്യം ചോദിച്ചത് ആ മാൻ, അയാളെ കുറിച്ച് ചോദിച്ച്, പിന്നെ ബാഗിനെ കുറിച്ച് ചോദിച്ച്, പിന്നെ പ്ലേസ്, ഇത് തന്നെയായിരുന്നു ആ പ്ലേസ്. ഇനി ചോദിക്കുന്നത് അയാളോടാ ചോദിക്കുന്നത്, ഇസ് ദിസ് ദ വുമൺ ഹൂസ് ബാഗ്. കണ്ട, ഇസ് ദിസ് ദ വുമൺ ഹൂസ് ബാഗ്. അപ്പൊ അവിടെ കണ്ട റിലേറ്റീവ് പ്രോണൗൺ മാറി മാറി വരുന്നത്. ഇസ് ദിസ് ദ പ്രോണൗൺ സോറി ഇസ് ദിസ് ദ വുമൺ ഹൂസ് ബാഗ് യു സ്നാച്ച്. ഇപ്പൊ ഇത് തന്നെയാണോ, ഇവരുടെ ബാഗ് ആണോ നീ, ഇപ്പൊ ഇവരുടെ പൊസിഷൻ ആണ് അവിടെ വന്നത്, അതാണ് ഹൂസ് വന്നേക്കുന്നത്. ഇപ്പൊ ഇവരുടെ ബാഗ് ആണോ നീ ലാസ്റ്റ് നൈറ്റ് കഴിഞ്ഞ രാത്രി തട്ടിപ്പറിച്ചത്, ഇവരുടെ ആണോ എന്ന് ചോദിച്ചു. അപ്പൊ ഐ ഡോണ്ട് നോ ദിസ് വുമൺ സർ, ഐ ഡിഡ്ന്റ് സ്നാച്ച് എനി ബാഗ്സ്. അപ്പൊ ഇയാളെന്താ പറയുന്നത്, എനിക്കറിയില്ല, കാരണം ഞാൻ ആരുടെ ബാഗ് ഒന്നും തട്ടിപ്പറിച്ചിട്ടില്ല. ഐ ഡോണ്ട് നോ ദിസ് വുമൺ, എനിക്ക് ഇവരെ അറിയുമില്ല, ഞാൻ ആരുടെ ബാഗും തട്ടിപ്പറിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇൻസ്പെക്ടർ എന്താ പറയുക, ഇസ് ദിസ് ദ ഹാങ്കർ ചീഫ് ദാറ്റ് യു ഫൗണ്ട് ഇൻസൈഡ് ദ ബാഗ്. അപ്പൊ ഈ ഹാങ്കർ ചീഫ്, ഈ ബാഗില്ലേ, ബാഗിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഹാങ്കർ ചീഫ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു ടവല്. അപ്പൊ ഇത് ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ ടവല് തന്നെ അല്ലേ എന്ന് ചോദിക്കും. അപ്പൊ അയാൾ പറയും, ഐ ഡിഡ്ന്റ് ഫൈൻഡ് എനിത്തിങ് ഇൻ ദ ബാഗ്, ഇറ്റ് വാസ് എംപ്റ്റി സർ. അപ്പൊ അയാൾ പറയും, എനിക്ക് അതിന്റെ ഉള്ളിൽ നിന്നൊന്നും കിട്ടിയൊന്നുമില്ല, ഇറ്റ് വാസ് എംപ്റ്റി. അങ്ങനെ കുറച്ച് ഡയലോഗ്. അപ്പൊ ഇതിൽ നമുക്ക് എന്താ അതിന്റെ അത് നോക്കേണ്ടത്, റിലേറ്റീവ് പ്രോണൗൺ നോക്കണം, അതുപോലെ തന്നെ അഡ്ജക്റ്റീവ് നോക്കണം.
കേട്ടാ. അപ്പം ഇതൊന്ന് നോക്കിക്കോ എല്ലാവരും, ഒന്നും കൂടി ഞാൻ വായിക്കാം. ഇതിന്റെ അകത്ത് റിലേറ്റീവ് അഡ്വേർബ്സും റിലേറ്റീവ് അഡ്ജക്റ്റീവ്സ് ഒക്കെ നിങ്ങൾ നോക്കി വെക്ക്. റിലേറ്റീവ് ക്ലോസസ് ഏതാന്നൊക്കെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവണം. ഫസ്റ്റ് സെന്റൻസ്, ഇസ് ദിസ് ദ മാൻ, ഞാൻ ഒന്നുകൂടി വായിക്കാം കേട്ടോ. ഇസ് ദിസ് ദ മാൻ ഹു സ്നാച്ച് യുവർ ഹാൻഡ് ബാഗ് ഇൻ ദ പാർക്ക്. ഇസ് ദിസ് ദ മാൻ ഹു സ്നാച്ച് യുവർ ഹാൻഡ് ബാഗ് ഇൻ ദ പാർക്ക്. അപ്പം ഇതിന്റെ അകത്ത് പ്രിൻസിപ്പൽ ക്ലോസ് ഏതാ? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പ്രിൻസിപ്പൽ ക്ലോസ് ഏതാ ഇതിന്റെ അകത്ത്? This is the man. This is the man. ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇസ് ദിസ് ദ മാൻ. ദെൻ അവിടുത്തെ റിലേറ്റീവ് പ്രോണൗൺ ഏതാണ്? ഹു. അപ്പം ബാക്കി വരുന്നതെല്ലാം സബോർഡിനേറ്റ് ക്ലോസ്, അതായത് അഡ്ജക്റ്റീവ് ക്ലോസ്. ഈ നമ്മുടെ പ്രിൻസിപ്പൽ ക്ലോസിനെ ഡിസ്ക്രൈബ് ചെയ്യണതല്ലേ ബാക്കി വരുന്നതെല്ലാം. അപ്പൊ ഹു സ്നാച്ച്ഡ് യുവർ ബാഗ് ഇൻ ദ പാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ അഡ്ജക്റ്റീവ് ക്ലോസ്. അപ്പൊ അതുപോലെ തന്നെ അപ്പൊ അവര് അതിന്റെ ആൻസർ പറയും, യെസ് ദിസ് ഇസ് ദ മാൻ ഹു സ്നാച്ച്ഡ് ഇറ്റ് ഫ്രം മീ. അതെ, ഇയാള് തന്നെയാണ് എന്റെ അടുത്തുനിന്ന് ബാഗ് എടുത്തത്. അപ്പൊ യെസ് ദിസ് ഇസ് ദ മാൻ. അപ്പൊ ദിസ് ഇസ് ദ മാൻ അവിടുത്തെ പ്രിൻസിപ്പൽ ക്ലോസ്. ദെൻ ഹു സ്നാച്ച്ഡ് ഇറ്റ് ഫ്രം മീ, അതവിടെ അഗെയിൻ കംസ് ദ അഡ്ജക്റ്റീവ് ക്ലോസ്. അവിടെ റിലേറ്റീവ് പ്രോണൗൺ ഹു. കേട്ടാ. അപ്പൊ ഇസ് ദിസ് ദ മാൻ, ദിസ് ഇസ് ദ മാൻ. അപ്പൊ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് കേട്ടോ ആദ്യം ആ വേർബ് ആദ്യം വരുന്നത്. ഇസ് ദിസ് ദ മാൻ എന്നുണ്ടല്ലേ, ആദ്യം ആ ഇൻസ്പെക്ടർ ചോദിക്കുന്നത് ഇസ് ദിസ് ദ മാൻ. അപ്പൊ ക്വസ്റ്റ്യനിൽ എപ്പോഴും വേർബ് ആദ്യം വരും. ഇസ് ദിസ് ദ മാൻ. ആൻസറിൽ തിരിഞ്ഞു വന്നത് കണ്ട, ദിസ് ഇസ് ദ മാൻ. വേണ്ട, ക്വസ്റ്റ്യനും ആൻസറും തമ്മിലുള്ള വ്യത്യാസം. വേർബ്സ് മുമ്പിൽ വരുന്നതാണ്. ക്വസ്റ്റ്യൻസിൽ അങ്ങനെയാണ്. ഇൻട്രോഗേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് അങ്ങനെ വരും. അപ്പം അപ്പൊ എന്താണ്, അപ്പൊ ഇസ് ദിസ് ദ മാൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്ലോസ്. അതിന് ബാക്കിയുള്ളതെല്ലാം അതിന്റെ സബോർഡിനേറ്റ് ക്ലോസ്, അതിനെ തന്നെ അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് നമ്മൾ വിളിക്കും. ദെൻ യെസ് ദിസ് ഇസ് ദ മാൻ ഹു സ്നാച്ച്ഡ് ഇറ്റ് ഫ്രം മീ. അതും കഴിഞ്ഞ് ദെൻ അടുത്തത് ഇൻസ്പെക്ടർ പിന്നെയും ചോദിക്കണേ, ഇസ് ദിസ് ദ ബാഗ് ഹി സ്നാച്ച്ഡ് ഇറ്റ് ഫ്രം യു. നിങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച ബാഗ് ഇതാണോ എന്നാണ് ചോദിക്കുന്നത്. ഇസ് ദിസ് ദ ബാഗ്. അപ്പൊ ഇവിടുത്തെ പ്രിൻസിപ്പൽ ക്ലോസ് ഏതാ? ഇസ് ദിസ് ദ ബാഗ്. ഇസ് ദിസ് ദ ബാഗ്. ബാക്കി വരുന്നത് ഇവിടുത്തെ റിലേറ്റീവ് പ്രോണൗൺ ഏതാ? ദാറ്റ്. ബാക്കി വരുന്ന ദാറ്റ് ഹി സ്നാച്ച്ഡ് ഇറ്റ് ഫ്രം യു എന്ന് പറയുന്നത് അവിടുത്തെ അഡ്ജക്റ്റീവ് ക്ലോസ്. പിന്നെ അതിന്റെ ആൻസർ എന്തായിട്ട് വരും? യെസ് ദിസ് ഇസ് ദ ബാഗ് ദാറ്റ് ഹി സ്നാച്ച്ഡ് ഫ്രം മീ. അപ്പൊ ദിസ് ഇസ് ദ ബാഗ് അവിടുത്തെ പ്രിൻസിപ്പൽ ക്ലോസ്, ദാറ്റ് അവിടുത്തെ റിലേറ്റീവ് പ്രോണൗൺ, ഹി സ്നാച്ച്ഡ് ഇറ്റ് ഫ്രം മീ എന്ന് പറയുന്നത് അവിടുത്തെ അഡ്ജക്റ്റീവ് ക്ലോസ്. ഇൻസ്പെക്ടർ പിന്നെയും ചോദിക്കും ഹൗ ഡു യു നോ, എങ്ങനെ എത്ര കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റണം. അപ്പൊ വുമൺ എന്ത് പറയും? ഇറ്റ് ഇസ് എ പ്രസന്റ് ഐ ഗോട്ട് ഓൺ മൈ ലാസ്റ്റ് ബർത്ത്ഡേ. എന്റെ ബർത്ത്ഡേക്ക് ലാസ്റ്റ് ആയിട്ട് കിട്ടിയതാണ്. പ്രസന്റ്. ഇസ് ദിസ് ദ പ്ലേസ്. ഞാൻ അടുത്ത ചോദിക്കുന്ന പ്ലേസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇസ് ദിസ് ദ പ്ലേസ് വേർ യു വർ സ്റ്റാൻഡിങ് വെൻ ഹി സ്നാച്ച്ഡ് ദ ബാഗ്. ഈ സ്ഥലം തന്നെയായിരുന്നു നിങ്ങൾ നിന്നത് അവൻ ബാഗ് തട്ടിപ്പറിക്കുന്നത് സമയത്ത്. അപ്പൊ അവിടുത്തെ പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് പറയുന്നത് ഇസ് ദിസ് ദ പ്ലേസ്. ബാക്കിയെല്ലാം വരുന്നത് അതിന്റെ അഡ്ജക്റ്റീവ് ക്ലോസ്. ഇവിടുത്തെ റിലേറ്റീവ് പ്രോണൗൺ ഏതാണ്? റിലേറ്റീവ് പ്രോണൗൺ വേറാണ് അവിടുത്തെ റിലേറ്റീവ് പ്രോണൗൺ. അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും? യെസ് ഇൻസ്പെക്ടർ ദിസ് ഇസ് ദ പ്ലേസ് വേർ ഐ വാസ് സ്റ്റാൻഡിങ് അറ്റ്. അപ്പൊ ദിസ് ഇസ് ദ പ്ലേസ് അവിടുത്തെ പ്രിൻസിപ്പൽ ക്ലോസ്, വേർ ഐ വാസ് സ്റ്റാൻഡിങ് അറ്റ് അതിന്റെ അഡ്ജക്റ്റീവ് ക്ലോസ്. കേട്ടാ. Then is this the woman? ഞാൻ മാനോട് തിരിഞ്ഞ് ഇൻസ്പെക്ടർ ചോദിക്കണേ, is this the woman whose bag you snatched last night? അപ്പം is this the woman അവിടുത്തെ പ്രിൻസിപ്പൽ ക്ലോസ്. ദെൻ ഇവിടുത്തെ റിലേറ്റീവ് പ്രോണൗൺ ഏതാണ്? ഹൂസ്. അവരുടെ, ഇവരുടെ എന്നൊക്കെ ചോദിക്കില്ല, പൊസിഷൻ. അതാണ് ഹൂസ്. ഇവരുടെ ബാഗ് ആണോ നീ തട്ടിപ്പറിച്ചത്? അപ്പൊ ഹൂസ് ആണ് അവിടുത്തെ റിലേറ്റീവ് പ്രോണൗൺ. ബാക്കി ഉള്ളതെല്ലാം അതിന്റെ അഡ്ജക്റ്റീവ് ക്ലോസ്. ഐ ഡോണ്ട് നോ ദിസ് വുമൺ സർ, ഐ ഡിഡ്ന്റ് സ്നാച്ച് എനി ബാഗ്. അപ്പൊ അയാൾ പറയും എനിക്ക് ഒരാളെ അറിയൂ, ഈ വുമണ്, ഈ സ്ത്രീനൊന്നും എനിക്കറിയില്ല, കാരണം ഞാൻ ആരുടെ ബാഗൊന്നും തട്ടിപ്പറിച്ചിട്ടില്ല എന്നാണ് അയാൾ പറയണത്. ഇൻസ്പെക്ടർ ഇസ് ദിസ് ഹാൻഡ്കർച്ചീഫ് ദാറ്റ് യു ഫൗണ്ട് ഇൻസൈഡ് ദ ബാഗ്. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഹാൻഡ്കർച്ചീഫ് കിട്ടിയിട്ടുണ്ടാവും. അത് ചോദിക്കണേ ഇതാണോ അതിന്റെ ഉള്ളിൽ നിന്ന്. അപ്പൊ ഇസ് ദിസ് ദ ഹാൻഡ്കർച്ചീഫ് എന്ന് പറയണത് അതിന്റെ പ്രിൻസിപ്പൽ ക്ലോസ്. ദാറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ റിലേറ്റീവ് പ്രോണൗൺ. ബാക്കി വരുന്നത് ദാറ്റ് ഉൾപ്പെടെ ബാക്കി വരുന്നതെല്ലാം അതിന്റെ അഡ്ജക്റ്റീവ് ക്ലോസ്. ഐ ഡിഡ്ന്റ് ഫൈൻഡ് എനിത്തിങ് ഇൻ ദ ബാഗ്, ഇറ്റ് വാസ് എംപ്റ്റി സർ. അപ്പൊ ഞാനൊന്നും കണ്ടില്ല, ഇറ്റ് വാസ് എംപ്റ്റി പറഞ്ഞ് അയാൾ നിർത്തും. അത്രേ ഉള്ളൂ ആ കുറച്ച് ഡയലോഗ്. ഇതിന് പ്രിൻസിപ്പൽ ക്ലോസ്. നമുക്ക് എന്താ ഇതിന്റെ അകത്ത് വേണ്ടത്? പ്രിൻസിപ്പൽ ക്ലോസ് ഐഡന്റിഫൈ ചെയ്യണം, അതേപോലെ അഡ്ജക്റ്റീവ് ക്ലോസസും ഐഡന്റിഫൈ ചെയ്യണം, പിന്നെ റിലേറ്റീവ് പ്രോണൗൺസ് ഏതാണ്, ആൻഡ് ഹെൻസ് ദ റിലേറ്റീവ് ക്ലോസും. ഇതെല്ലാവർക്കും വായിച്ചപ്പോൾ മനസ്സിലായോ? ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം കേട്ടോ. ഇത് വായിക്കുമ്പോ തന്നെ ഇത് എന്താണെന്ന് മനസ്സിലാവണുണ്ടോ വായിക്കുമ്പോ?
Yes, ma'am. ഓക്കെ, അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി എടുക്കണം കേട്ടോ. അപ്പൊ അതാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം പ്രിൻസിപ്പൽ ക്ലോസ് ഏതാണ്. മെയിൻ ആയിട്ടുള്ളത് പ്രിൻസിപ്പൽ ക്ലോസ്, അതിന് ഡിസ്ക്രൈബ് ചെയ്തതിന് ബാക്കി എല്ലാം അതിന്റെ അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. റിലേറ്റീവ് പ്രോണൗൺ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ റിലേറ്റീവ് ക്ലോസ് എന്നും പറയും. ഇത്രേ ഉള്ളൂ ഇതിന്റെ അകത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇത്ര നമുക്ക് ഇന്ന് മതി, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? നമ്മൾ ആദ്യം അഡ്ജക്റ്റീവ് പറഞ്ഞു. അഡ്ജക്റ്റീവ് എന്താന്ന് പറഞ്ഞു. അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് മെയിൻലി ഡിസ്ക്രൈബിംഗ് വേർഡ്. ഡിസ്ക്രൈബ് ചെയ്യുന്ന നൗൺസിനെ കേട്ടോ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നൗൺസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന എല്ലാം നമുക്ക് അഡ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് പറയാം. പിന്നെ അതേപോലെ തന്നെ അഡ്ജക്റ്റീവ്സ് വൺ വേർഡ് ആകാം, അതേപോലെ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആവാം. ദെൻ ഇറ്റ് ക്യാൻ ബി ഓൾസോ എ മീനിങ് ഫുൾ സെന്റൻസ്, സബ്ജക്റ്റ് ഉള്ള ഒരു ഫുൾ സെന്റൻസും ആവാം. അതിന് നമ്മൾ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയും. അതുപോലെ തന്നെ അഡ്ജക്റ്റീവ് ക്ലോസ് എന്നും പറയും. പിന്നെ അഡ്ജക്റ്റീവ് ക്ലോസിന്റെ അകത്ത് നമ്മൾ പ്രിൻസിപ്പൽ ക്ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പൽ ക്ലോസ് ഉണ്ട്, അതിൽ സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ട്. മെയിൻ ആയിട്ടുള്ളത് പ്രിൻസിപ്പൽ ക്ലോസ്, അതിന് ഹെൽപ്പ് ചെയ്തുകൊണ്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വരുന്ന ബാക്കിയെല്ലാം അതിന്റെ സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഈ സബോർഡിനേറ്റ് ക്ലോസിൽ നമ്മൾ യൂസ് ചെയ്യണതാണ് റിലേറ്റീവ് പ്രോണൗൺ. റിലേറ്റീവ് പ്രോണൗൺസ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഇത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആ റിലേറ്റീവ് പ്രോണൗൺസ് യൂസ് ചെയ്യണതുകൊണ്ട് അതിനെ നമ്മൾ റിലേറ്റീവ് ക്ലോസ് എന്നും പറയും. നമ്മൾ കുറച്ച് ആ എക്സാമ്പിൾ ഒക്കെ വായിച്ചപ്പോ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നത്. അപ്പൊ നിങ്ങളും വായിച്ചു നോക്കി. ഇങ്ങനത്തെ ഈ എക്സസൈസസ് കൂടുതലും ഡെഫിനീഷൻസ് ബൈ ഹാർട്ട് പഠിക്കാണ്ട് ഈ എക്സസൈസസ് ചെയ്ത് നോക്കുക, എക്സാമ്പിൾസ് വായിച്ചു നോക്കുക. അപ്പൊ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം ഇത് ഏതാണ്, ഇതാണ് ക്ലോസ്, ഇതാണ് ഫ്രേസ്, ഇതാണ് വേർബ്, ഇതാണ് അഡ്ജക്റ്റീവ്, ഇത് ഏതാണ് നൗൺ, പ്രോനൗൺ ഏതാണ് എന്നുള്ളൊരു ഫുൾ സെന്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് യു ഷുഡ് ഐഡന്റിഫൈ യുവർ സെൽഫ്. എല്ലാം നിങ്ങൾക്ക് തന്നെ വായിക്കാൻ പറ്റണം. ഓക്കെ, അത് നിങ്ങൾ ട്രൈ ചെയ്യണോട്ടെ. ക്ലാസ് കഴിഞ്ഞപ്പോ ഈ നോട്ട്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ആ എക്സാമ്പിൾസും അതേപോലെ ഇങ്ങനെ എക്സസൈസസും ഒക്കെ എടുത്തെടുത്ത് വായിച്ചു നോക്കാം. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. ബൈ. Thank you, ma'am. Thank you, ma'am. Good night, ma'am.